ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. വേദിയിൽ സന്നിഹിതരായ സമാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, നിലമ്പൂർ മണ്ഡലം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ സാരഥികളെ, ഈ സ്വീകരണ മഹാസമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരായ രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ നല്ലൊരു സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അതിന്റെ കാര്യദർശി, നമുക്കൊക്കെ അഭിമാനമായ ലോകപ്രശസ്തൻ എന്നത് ഒരിക്കലും അധികമായ ഒരു പദപ്രയോഗമല്ല, ആ അർത്ഥത്തിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഉന്നതനായ ഒരു സാരഥിയെ ഈ പ്രസ്ഥാനത്തിന് ലഭ്യമാകുകയും അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വലിയൊരു സ്വീകരണ സമ്മേളനത്തിന് അവസരമൊരുക്കാൻ ഈ നാടിന് സാധിച്ചു എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഉസ്താദ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് നൽകുന്ന പല സ്വീകരണ സമ്മേളനത്തിലും പലയിടങ്ങളിലും ഒരുമിച്ചുകൂടാൻ അവസരമുണ്ടായപ്പോഴൊക്കെ അതെല്ലാം ഒരു സംഘടനയുടെ ഒരു സമ്മേളനം എന്ന രീതിയിലാണ് അനുഭവപ്പെട്ടതെങ്കിൽ ഇവിടെ അതിൽ നേരെ വ്യത്യസ്തമായി ഒരു നാട് തന്നെ മുഴുവനായും രക്ഷിതാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും കൊച്ചുകുട്ടികളും ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ കുടുംബ സദസ്സിന് സമാനമായി ഒരു നാട് തന്നെ ആവേശപൂർവ്വം ആദരവോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമ്മേളനമായി ഇത് മാറിയിരിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം ഇന്നതിന്റെ പ്രവർത്തന മേഖലയിൽ 90 വർഷം പിന്നിട്ടിരിക്കുന്നു. ഒരു പുതിയ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വിധം ആ പ്രസ്ഥാനത്തെയൊക്കെ സ്വയം അനുഭവിച്ചറിയാൻ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ. ഞാൻ എത്ര സമസ്തയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാലും, സമസ്തയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞാലും, ദീനുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ എന്തെങ്കിലും ഒരു കാര്യം അറിയുന്ന ഒരാൾ നമ്മുടെ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അവരെല്ലാം അടിസ്ഥാനപരമായി ഈ മഹിതമായ പ്രസ്ഥാനത്തോട് കടപ്പെട്ടവരാണ്. ആദർശപരമായി ഈ പ്രസ്ഥാനത്തോട് യോജിപ്പുള്ളവരാകട്ടെ വിയോജിപ്പുള്ളവരാകട്ടെ. കാരണം കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ പ്രാഥമികമായി പഠിക്കാനും പരിചയപ്പെടാനും ആവശ്യമായ ഈ സംവിധാനം ഇവിടെ സൃഷ്ടിക്കുകയും അത് ഫലപ്രദമായി വിജയിപ്പിച്ചു എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രം ഈ സമൂഹത്തിനും ചെയ്തിട്ടുള്ള ഒരു സംഭാവനയാണ്. പിൽക്കാലത്ത് മതരംഗത്ത് ധാരാളം വിദ്യാഭ്യാസ സംരംഭങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് മതവിദ്യാഭ്യാസത്തിനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്ന ആ സന്ദർഭത്തിൽ കാലഘട്ടത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആർജവത്തോടുകൂടി എല്ലാ പരിമിതികളെയും അതിജയിച്ചുകൊണ്ട്
ദീനീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാനും ആ പരീക്ഷണം വളരെ ഫലപ്രദമായി വിജയിപ്പിച്ചെടുക്കാനും സമസ്ത കേരള ജമിയത്തിനുമൊക്കെ സാധിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ സമസ്ത കേരള ജമിയത്തിനും രൂപീകരിക്കപ്പെടുന്ന കാലം ഇവിടെ ബ്രിട്ടീഷുകാർ ഭരണം നടത്തുന്ന കാലമാണ്. ബ്രിട്ടീഷുകാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് സമസ്ത കേരള ജമിയത്തിനും രൂപപ്പെടുന്നത് 1926. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഒരു മതസംഘടനയുടെ പോലും ആവശ്യമില്ലാത്ത വിധം നൂറ്റാണ്ടുകളായി മലബാറിലെയും കേരളത്തിലെയും മുസ്ലിം സമൂഹം അന്തസ്സോടുകൂടി ഇസ്ലാമികമായ സംസ്കാരത്തെയും വിശ്വാസത്തെയും ആചാരാനുഷ്ഠാന ക്രമങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യം ഈ സമൂഹത്തിനുണ്ട്. അന്നൊന്നും സംഘടനകളില്ല, സമ്മേളനങ്ങളില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനാപരമായ ഈ കാര്യങ്ങളൊന്നുമില്ല. ഓരോ പ്രദേശങ്ങളിലെയും 100, 200, 300 മുസ്ലിം വീടുകൾ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയായി ഒരു മഹല്ല് സംവിധാനം ഉണ്ടാകും. ആ മഹല്ലിന്റെ ആസ്ഥാനമായി ഒരു മസ്ജിദ് ഉണ്ടാകും. ആ മസ്ജിദിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നല്ല ദർസും ഒരു തഖ്വയുള്ള ദീനീബോധമുള്ള നല്ല എല്ലാ അർത്ഥത്തിലും പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനുണ്ടാകും. അദ്ദേഹം അവിടുത്തെ കാമിയമായിരിക്കും. സ്വാഭാവികമായും ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ, ആ പണ്ഡിതന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും തീരുമാനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും വിധേയമായി മുന്നോട്ട് പോയിരുന്നൊരു കാലം. ഒരു സംഘടനയുടെ ആവശ്യമൊന്നില്ല, സംഘടനാപരമായ ആവശ്യം പോലും ഒന്നുമില്ല. കാരണം എന്താണ്? ദീനുമായി ബന്ധപ്പെട്ട ഏത് വിഷയം കടന്നു വന്നാലും, ദീനിയായ കാര്യം മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ എല്ലാ വിഷയങ്ങളും ആ പള്ളിയിൽ വെച്ചുകൊണ്ട് ആ കാലി അന്തിമമായി തീരുമാനമെടുത്തിരുന്ന ഒരു കാലം. ആ പണ്ഡിതന്റെ തീർപ്പിന് മുന്നിൽ അക്ഷരം പൊരുതി അനുസരിച്ചുകൊണ്ട് ആ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന അച്ചടക്ക ബോധമുള്ള സമൂഹം. ആ ഘട്ടത്തിലാണ് സ്വാഭാവികമായും ഈ ആത്മീയമായ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ ആ സമുദായം സാമ്പത്തികമായ സ്വാധീനം കൊണ്ടോ അധികാരത്തിന്റെ ദുർബോധനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനം കൊണ്ടോ മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം സമൂഹത്തിനിടയിൽ അരക്ഷിതാവസ്ഥയും ഭിന്നിപ്പും ഉണ്ടാക്കാനും വേണ്ടി വളരെ ആസൂത്രിതമായി നിർവഹിച്ച വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു. ആസൂത്രിതമായി തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ പുതിയ പുതിയ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ആ വാദങ്ങളുടെ പേരിൽ അവരെ തന്നെ തമ്മിലടിപ്പിച്ച് അവരുടെ ആരോഗ്യവും അവരുടെ ഊർജ്ജവും അവരുടെ പണവും അവരുടെ സമ്പത്തുമൊക്കെ അങ്ങനെ ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിലടിപ്പിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് ആ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ശബ്ദിക്കാനും പ്രവർത്തിക്കാനും സമയം കണ്ടെത്താത്ത വിധം അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക എന്ന ലോകത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വളരെ ആസൂത്രിതമായി തയ്യാറാക്കപ്പെട്ട അജണ്ടയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ പോലും മലബാറിൽ പോലും ലോകത്തിന്നുവരെ മുസ്ലിം സമുദായത്തിനിടയിൽ കേട്ടുകേൾവിയില്ലാത്ത പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്കിടയിൽ ഭിന്നിപ്പും വിഭാഗീയതയും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടായത്. അക്കാലം അത്രയും അങ്ങനെയുള്ള ഒരു പാരമ്പര്യം, അങ്ങനെയുള്ള ഒരു വിശേഷങ്ങൾ കേരളത്തിലെ മലബാറിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ദീർഘമായ 13 നൂറ്റാണ്ട് കാലം നമ്മളെല്ലാം പലതവണ കേട്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ വിശുദ്ധമായ ദീനിന്റെ പ്രചാരണം, അതിന്റെ പ്രചാരണ രീതികൾ കേരളത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമായും 3 വിഭാഗം ആളുകളിലൂടെയാണ് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കടന്നു വന്നത്. ഒന്ന് പ്രധാനമായും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദ് വംശത്തിലൂടെ അഹ്ലു ബൈത്തിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തങ്ങളുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഞാൻ 2 കാര്യം നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. 2 കാര്യങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചു പോകുന്നു. രണ്ടാമതായി നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നത് എന്റെ കുടുംബ പരമ്പരയാണ്. അഹ്ലു ബൈത്തിനെ ഈ സമുദായത്തിന് ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങൽ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. അപ്പൊ അന്ന് തന്നെ മുസ്ലിം സമുദായത്തിന്റെ അത്താണിയായി അവരവലംബിക്കേണ്ട, അവരുടെ ആരംഭമായി ഈ സമുദായത്തെ പറഞ്ഞേൽപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര, അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന സംഗതി.
ആ സയ്യിദന്മാരെയും ആ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകളെയും ആ പാരമ്പര്യത്തെയും മുറുകെ പിടിക്കാനും അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും അവരുടെ ആഹ്വാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവരുടെ ആഹ്വാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ സമുദായം മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ആ ഒരു പാരമ്പര്യം മുസ്ലിം സമുദായത്തിനിടയിൽ പഠിപ്പിച്ചു കൊടുത്തതാരാണ്? നമ്മൾ ആലോചിക്കണം. ആദരണീയരായ തങ്ങന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ പിൻപറ്റണം, അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്ന ആ പാരമ്പര്യം കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ പഠിപ്പിച്ചു കൊടുത്തതാരാണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ മാത്രമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ മാത്രമാണ്. കാരണം എന്താണ്? ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയല്ലാത്ത അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ അംഗീകരിക്കാത്ത ആളുകളെല്ലാം ഇങ്ങനെ വിഭാഗം തന്നെ ലോകത്തില്ല എന്ന് വാദിക്കുന്ന ആളുകളാണ്. അവര് പറയുന്നു തങ്ങന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കർബലയോടുകൂടി മുറിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പൊ തങ്ങന്മാരൊന്നുമില്ല. ഇന്ന് തങ്ങന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളൊന്നും ബഹുമാനിക്കപ്പെടേണ്ടവരല്ല, ആദരിക്കപ്പെടേണ്ടവരല്ല എന്ന് പറഞ്ഞ് അവരെ ചെറുതാക്കി കാണിക്കാനും ഇകഴ്ത്തി കാണിക്കാനും സമസ്തയൊഴികെയുള്ള അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ അംഗീകരിക്കുന്നവരല്ലാത്ത മതമേഖലയിൽ പ്രത്യക്ഷപ്പെട്ട മുഴുവൻ ആശയഗതിക്കാരും അഹ്ലുൽ ബൈത്തിനെ തള്ളിപ്പറയാനും ഇകഴ്ത്തി കാണിക്കാനും ശ്രമിച്ചപ്പോൾ അവരെ ബഹുമാനിക്കേണ്ടവരാണ്, ആദരിക്കേണ്ടവരാണ്, അവരിൽ ബറക്കത്തെടുക്കേണ്ടവരാണ് എന്ന രീതിയിൽ അഹ്ലുൽ ബൈത്തിനെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിന്റെ പുണ്യത്തെക്കുറിച്ച് ഈ സമുദായത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചത് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്. അതേപോലെ തന്നെ രണ്ടാമതൊരു വിഭാഗം കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ ദീനീ ദഅവത്തിന് വേണ്ടിയും ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത രണ്ടാമത്തെ വിഭാഗമാണ് ആദരണീയരായ സൂഫിവര്യന്മാർ. വിവിധ ത്വരീഖത്തുകളിലൂടെ തസൗഫിന്റെ വഴികളിലൂടെ ഈ സമുദായത്തിനിടയിൽ ആത്മസംസ്കരണം ലക്ഷ്യമിച്ചുകൊണ്ട് അവരുടെ ഒരു നോട്ടം കൊണ്ട്, അവരുടെ സാന്നിധ്യം കൊണ്ട്, അവരുടെ ഒരു വാക്കുകൊണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട്, അവരുടെ ചില ആംഗ്യങ്ങൾ കൊണ്ട് പോലും വലിയ സംസ്കരണ പ്രക്രിയകൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സൂഫിവര്യന്മാർ. ആ സൂഫിവര്യന്മാർ ഈ സമൂഹത്തിനിടയിൽ വലിയ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ്. ആ സൂഫിവര്യന്മാരെയും തസൗഫിനെയും സൂഫിസത്തെയും ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാനും അതിന് മുസ്ലിം സമുദായം അവലംബിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ആത്മസംസ്കരണത്തിന്റെ ഒരു വഴിയാണെന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നതാരാണ്? നമ്മൾ ആലോചിക്കണം. ഇന്ന് പല സൂഫി സമ്മേളനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സൂഫികളുടെ രാഷ്ട്രീയമായ താല്പര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാനപരമായി തസൗഫ് എന്താണെന്നും ഈ ദുനിയാവിനോടുള്ള ഈ ദുനിയാവിന്റെ സകലമായ മോടികളെയും ഇവിടുത്തെ സുഖസൗകര്യങ്ങളെയും ഇവിടുത്തെ ആർഭാടങ്ങളെയും ഇവിടുത്തെ ആസ്വാദനങ്ങളെയും എല്ലാം വെടിഞ്ഞുകൊണ്ട് ഉഹ്റവിയായ ചിന്തകളോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സൂഫിവര്യന്മാർ ആ തസൗഫിനെ ഉൾക്കൊള്ളുവാനും അതിനെ പിൻപറ്റുവാനും അവരുടെ ആത്മസംസ്കരണത്തിന് വിധേയമായി ജീവിക്കണമെന്നും ഈ സമൂഹത്തിന് മുമ്പിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് പഠിപ്പിച്ചപ്പോ സമസ്തയല്ലാത്ത അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാരല്ലാത്ത മറുവിഭാഗം മുഴുവനും പറഞ്ഞു ഇവിടെ അങ്ങനെ പല സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്, പല മെഡിറ്റേഷൻ ക്യാമ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ അമൃതാനന്ദമയ്യെ പോലെയുള്ള ആളുകൾ, സത്യസായി ബാബയെ പോലെയുള്ള ആളുകൾ, ശ്രീ രവിശങ്കറിനെ പോലെയുള്ള ആളുകൾ, അതേപോലെ ഒരു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നതിനേക്കാളപ്പുറം അതിന് പ്രാധാന്യവുമില്ല എന്ന് മതത്തിന്റെ പേരിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ആത്മസംസ്കരണത്തിന്റെ വഴികൾ കാണാൻ വേണ്ടി മുൻഗാമികൾ കാണിച്ചിരുന്ന ആ വഴികളെ തിരസ്കരിക്കാനും ഇകഴ്ത്തി കാണിക്കാനും ഇവിടെ മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നപ്പോ യഥാർത്ഥ തസൗഫിനെയും ത്വരീഖത്തുകളെയും സംരക്ഷിക്കാനും അതിന് പ്രചോദനം കൊടുക്കുവാനും അതിന്റെ വഴികളിലൂടെ ഈ സമുദായത്തിനെ മുന്നോട്ട് നയിക്കാനും ആവശ്യമായി ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വലിയ പങ്കാളിത്തം വഹിച്ചു എന്ന് കണ്ടെത്താൻ സാധിക്കും. ദീനിന്റെ പ്രബോധന മേഖലയിൽ മൂന്നാമതായി വലിയ ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിൽ നിർവഹിച്ചത് ഉഖ്റവിയായ പണ്ഡിതന്മാരാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ മതപ്രഭാഷണങ്ങളിലൂടെ, ദർസുകളിലൂടെ, ക്ലാസുകളിലൂടെ, അതേപോലെയുള്ള ദീനീ ഉലൂമുകൾ ഈ സമുദായത്തിന്റെ സമയബന്ധിതമായ തലങ്ങളിലൂടെ
പഠിപ്പിച്ചു കൊടുക്കാനും പരിശീലിപ്പിച്ചു കൊടുക്കാനും ആ പഠിപ്പിക്കപ്പെടുന്ന ദീനിനെ പഠിപ്പിക്കപ്പെടുന്ന ദീനി വിജ്ഞാനങ്ങളെ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ മാത്രം അത്തരത്തിലുള്ള ഉഹ്റവിയായ പണ്ഡിതന്മാരെ ഈ സമൂഹത്തിന് സമ്മാനിക്കുകയും ആ പണ്ഡിതന്മാരിലൂടെ വലിയ സംസ്കരണങ്ങൾക്കും ദീനി വിജ്ഞാന സംരംഭങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ ആ വലിയ ദൗത്യ നിർവഹണത്തിന്റെ വഴികളിലൂടെ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനും ആ പണ്ഡിതന്മാരെ പിൻപറ്റാൻ ആവശ്യമായ പ്രേരണയിലേക്ക് ഈ സമുദായത്തെ നയിച്ചു എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ചെയ്തിട്ടുള്ള മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ദൗത്യം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ പാരമ്പര്യത്തിന്റെ ആ വഴികളിലൂടെ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് പുതിയ തലമുറയെ ഏതെല്ലാം ദുസ്വാധീനങ്ങൾ കടന്നു വന്നാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസപരമായ കർമ്മപരമായ വഴികളിലൂടെ ഈ സമുദായത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള മുൻഗാമികളായിട്ടുള്ള 3 വഴികൾ സ്വീകരിക്കപ്പെട്ടിരുന്ന തസവ്വുഫിന്റെ സൂഫിവര്യന്മാരുടെ അതേപോലെ സയ്യിദന്മാരുടെ ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ ആ 3 വിഭാഗത്തെയും സമന്വയിപ്പിച്ചു നിർത്തുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. അത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുലമ തസവ്വുഫിനെ അംഗീകരിക്കുന്നു, മാനിക്കുന്നു, ഉഹ്റവിയായ പണ്ഡിതന്മാരെ മാനിക്കുന്നു, അംഗീകരിക്കുന്നു, ആദരണീയരായ സാദാത്തുക്കളെ മാനിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ എന്നാൽ ഇതിനെയെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുകയും സംഘടനാപരമായ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരെയെല്ലാം ഇകഴ്ത്തി പറയാനും ഇവരെയെല്ലാം നിഷ്പ്രഭമാക്കുവാനും ഇവരെല്ലാം സമൂഹത്തിൽ തിരസ്കരിക്കാനും അവരെല്ലാം അച്ചടക്കരാഹിത്യത്തോടുകൂടി പെരുമാറാനും നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും തിരിച്ചറിയാതിരുന്നുകൂടാ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഈ വഴികളെ, ഈ സത്യസന്ധമായ ഈ വഴികളെ ഈ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാപരമായ ദൗത്യമാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപവൽക്കരണത്തിലൂടെ ഇവിടെ തുടക്കം കുറിച്ചത്. ഞാൻ ദീർഘമായ അതിന്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഈ പ്രസ്ഥാനം ഇന്ന് അതിന്റെ അഭിമാനകരമായ 90 വർഷം പിന്നിട്ടിരിക്കുന്നു. അതിന്റെ മഹത്തായ 90ാം വാർഷികമാഘോഷം ഒരുപക്ഷേ ലോകത്തിന്നേവരെ നടന്നിട്ടില്ലാത്ത വിധം ഞാൻ ആലങ്കാരികമായ പദപ്രയോഗങ്ങൾ നടത്തുകയല്ല. അച്ചടക്കബോധത്തിന്റെ ഒരു മഹാപണ്ഡിത നേതൃത്വം, അവരുടെ ആഹ്വാനങ്ങളും താക്കീതുകളും അക്ഷരം അനുസരിക്കാൻ സന്നദ്ധമായിട്ടുള്ള ജനലക്ഷങ്ങളെ ഒരു വലിയ തീരപ്രദേശത്ത് ഒരുമിച്ച് കൂട്ടുവാനും അവരുടെ ആഹ്വാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് അവരെല്ലാം ആത്മവിശ്വാസത്തോടുകൂടി തിരിച്ചു പോരുന്ന അച്ചടക്കബോധമുള്ള ഒരു വലിയ മഹാപ്രസ്ഥാനമായി, ഒരു മഹാവാർഷിക സമ്മേളനമായി ആ സമ്മേളനത്തിന് പരിസമാപ്തി കുറിക്കാൻ സാധിച്ചുവെങ്കിൽ അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സമാനതകളില്ലാത്ത ഒരു സമ്മേളനമായി അതിന്റെ 90ാം വാർഷികത്തെ ആഘോഷിച്ചെടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു. ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു നൂറ്റാണ്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അതിന്റെ ആഘോഷ പൊലിമയിൽ നിന്നുകൊണ്ട് അതിന്റെയൊക്കെ ഹാദിമീങ്ങളായി തോറ്റായിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ അഭിമാനത്തോടുകൂടി ഒരു തുറന്ന സംവാദത്തിന് തുടക്കം കുറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അഭിമാനകരമായ നേട്ടമാണ് ഈ മഹിതമായ പ്രസ്ഥാനം ഇന്ന് കൈവരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് മതസംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒന്നിനെയും പേരെടുത്തൊരു വിശകലനത്തിന് മുതിരുന്നില്ല. 1 ഡസനധികം മതസംഘടനകൾ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പറയുന്നത് ഞങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുബന്ധ പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയത്തെയാണ് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചാലേ സ്വർഗപ്രവേശനം സാധ്യമാകൂ എന്നാണ് ഓരോരുത്തരുടെയും അവകാശവാദം. അങ്ങനെയാണ്. ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാലേ യഥാർത്ഥ ഇസ്ലാമായി, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ മരണപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വഴിയെ സഞ്ചരിക്കണമെന്നാണ് ഓരോരുത്തരുടെയും വാദഗതി. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ ഏത് മതസംഘടനകളാണെങ്കിലും നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് പരിശോധിക്കാം. ഞാൻ ഉത്തരവാദിത്വബോധത്തോടുകൂടി പറയുന്നു, ആ മതസംഘടനകളെല്ലാം രൂപീകരിക്കുന്ന കാലത്ത് അതിന് നേതൃത്വം കൊടുത്തിരുന്ന അതിന് നായകന്മാർ ആ പ്രസ്ഥാനത്തിന്റെ ആദർശമെന്തെന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിരുന്നു.
ആ സംഘടനകളെല്ലാം ഇന്നത്തെ നിൽക്കുന്ന അവസ്ഥകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പരിശോധിച്ചു നോക്കണം. ആ സംഘടനകളെല്ലാം രൂപീകരണ കാലത്ത് ഉയർത്തിപ്പിടിച്ചിരുന്ന വിശദീകരിക്കപ്പെട്ടിരുന്ന ആശയാദർശങ്ങൾ എന്തായിരുന്നു? അതിൽ നിന്ന് വേറെ വ്യത്യസ്തമോ വൈരുദ്ധ്യമോ ആയിട്ടുള്ള ആശയങ്ങളാണ് ആ സംഘടനകളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് കേവലം സംഘടനാപരമായ ആരോപണമല്ല, വസ്തുതാപരമായി നിങ്ങൾക്കാർക്കും അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന ഒരു പരമാർത്ഥമാണ്. ഏത് സംഘടനകളും ഏതും എന്ന് ഞാൻ ബോധപൂർവം ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. ഏത് സംഘടനകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. സമസ്ത കേരള ജമിയത്ത് ഉലമ അല്ലാത്ത കേരളത്തിൽ മതത്തിന്റെ മേഖലയിൽ കടന്നുവന്ന മുഴുവൻ മതസംഘടനകളും രൂപീകരണ കാലത്ത് ഈ സമുദായത്തോട് അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയാദർശങ്ങളായിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തപ്പെട്ട ആശയാദർശങ്ങൾ നേരെ വ്യത്യസ്തവും വൈരുദ്ധ്യവുമായിട്ടുള്ള ആശയങ്ങളാണ് അവർ ഈ സമൂഹത്തിൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? മതത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടല്ല അവർ ഈ സമുദായത്തോട് സംസാരിച്ചത്. ഓരോ കാലഘട്ടത്തിലെ അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് സംഘടനാപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനക്കനുസരിച്ച് ആദർശമുണ്ടാക്കി, അതിനനുസരിച്ച് ചില ആശയങ്ങൾ വിശദീകരിച്ചു. പക്ഷേ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ചുകൊണ്ട് ആശയം പറഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇന്നത്തെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന, ആലോചിതമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പുതിയ പുതിയ വിശകലനങ്ങൾക്ക് എല്ലാ വിജ്ഞാന സ്രോതസ്സുകളും തുറക്കപ്പെട്ട ഈ കാലത്ത് ആദർശങ്ങളൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ആദർശങ്ങളെല്ലാം നിരന്തരമായി മാറ്റിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതേ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സമസ്ത കേരള ജമിയത്ത് ഉലമയെ പരിശോധിക്കാം. സമസ്ത കേരള ജമിയത്ത് ഉലമയെ പരിശോധിക്കാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ 1926 സമസ്ത കേരള ജമിയത്ത് ഉലമ രൂപീകരിക്കപ്പെടുന്ന കാലത്ത് പുതിയൊരാദർശം ഈ സമുദായത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. പുതിയൊരാദർശം ഈ സമുദായത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ദീർഘമായ 13 നൂറ്റാണ്ട് കാലം കേരളത്തിലെയും മലബാറിലെയും മുസ്ലിം സമുദായം പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിരുന്ന വിശുദ്ധമായ ഇസ്ലാമിനെ വിശ്വാസപരമായും കർമ്മപരമായും അതിന്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നുവോ അതിനിടയിൽ വിള്ളലുണ്ടാക്കാനും വിഭാഗീയതയുണ്ടാക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കാനും ചില ആളുകൾ രംഗത്ത് വന്നപ്പോ പാരമ്പര്യമായി മുസ്ലിം സമുദായം കൈമാറ്റം ചെയ്യപ്പെട്ടു പോയിട്ടുള്ള ഈ ഇതിന്റെ വിശ്വാസവും സംസ്കാരവും ആചാരാനുഷ്ഠാന ക്രമങ്ങളും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ അതിന്റെ സംരക്ഷണ ദൗത്യം ഏറ്റെടുക്കാനാണ് സമസ്ത കേരള ജമിയത്ത് ഉലമ രൂപം കൊണ്ടത്. അന്ന് സമസ്ത കേരള ജമിയത്ത് ഉലമ മുന്നോട്ട് വെച്ച ആ ആശയാദർശങ്ങൾക്ക് ഭിന്നമായി ഈ 90 വർഷക്കാലത്തിനിടയിൽ സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ ഏതെങ്കിലും ഒരു തീരുമാനം, ഏതെങ്കിലും ഒരു ഫത്വ, ഒരു പ്രസ്താവന, ഒരു പത്രപ്രസ്താവന, ഒരു ലേഖനം, ഒരു പ്രഖ്യാപനം ഇന്നുവരെ സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ 90 വർഷക്കാല ചരിത്രത്തിനിടയിൽ അത് മതപരമായ കാര്യങ്ങളിൽ ഈ പ്രസ്ഥാനം തുറന്നു പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുക്കാത്ത വിധം സത്യസന്ധമായി ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഈ ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ സമസ്ത കേരള ജമിയത്ത് ഉലമ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ആ പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. കാരണം എന്താണ്? ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രമാണ് ഈ പ്രസ്ഥാനം സമുദായത്തോട് സംസാരിച്ചത്. ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം സംസാരിക്കുമ്പോൾ എല്ലാ കാലത്തും ഒരു തീരുമാനമേ പറയാനുണ്ടാകൂ, എല്ലാ കാലത്തും ഒരേ വ്യാപനമേ നടത്താനുണ്ടാകൂ. മതപരമായ കാര്യത്തിൽ സമസ്ത കേരള ജമിയത്ത് ഉലമ ആദ്യം പറഞ്ഞത് പിൽക്കാലത്ത് മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുക്കാത്തതിന്റെ കാരണം ഇതാണ്. ഈ രീതിയിൽ പ്രാമാണികമായി മുസ്ലിം ഉമ്മത്തിനെ വഴി നടത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ 9 പതിറ്റാണ്ട് കാലം അന്തസ്സോടുകൂടി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം സമസ്ത കേരള ജമിയത്ത് ഉലമയ്ക്ക് ഒരു തീരുമാനമെടുക്കുന്നതിന്റെ ഗൗരവവും അതിന്റെ സൂക്ഷ്മതയുമൊക്കെ എത്രത്തോളം ആലോചിച്ചുകൊണ്ടും എത്രത്തോളം സമയം ചെലവഴിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ സമുദായത്തോട് തുറന്നു പറയുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിലേക്ക് ഒരു കത്ത് വരുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്തുള്ള ഒരു മഹല്ലിലെ അവിടുത്തെ മഹല്ല് ഭാരവാഹികൾ സമസ്തയുടെ മുഷാവറക്ക് നൽകുന്നൊരു കത്താണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ പുതിയൊരു വിഭാഗം ആളുകൾ രംഗത്ത് വന്ന് ഒരു പുതിയ ത്വരീഖത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഇവിടുത്തെ മുസ്ലിം സമുദായം സ്വീകരിക്കണോ അതോ തിരസ്കരിക്കണോ എന്ന് സമസ്ത കേരള ജമിയത്ത് ഉലമ പറയണം. ഒരു പുതിയ ത്വരീഖത്തുമായിട്ടൊരു വിഭാഗം വന്നിരിക്കും. ഞങ്ങളുടെ മഹല്ലുകളിൽ അതിന്റെ ക്ലാസുകളും പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു.
ഞങ്ങളുടെ നാട്ടിലുള്ള ധാരാളം മുസ്ലിം ചെറുപ്പക്കാരും മുസ്ലിങ്ങളായിട്ടുള്ള പല ആളുകളും അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന് ക്ലാസുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഞങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് സമസ്ത പറഞ്ഞു തരണം. സമസ്തയുടെ മുഷാവറ യോഗം ആ കത്ത് ചർച്ചക്കെടുത്തു. അത് സംബന്ധമായി പഠിക്കാൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തി. തൊട്ടടുത്ത യോഗത്തിൽ ആ സമിതി അത് സംബന്ധമായ പഠന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അവരവതരിപ്പിച്ച റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് മണിക്കൂറുകളോളം അവിടെ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്കൊടുവിൽ ആ തുരീഖത്ത് എന്ന പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഭാഗം അതൊരു പിഴച്ച വിഭാഗമാണ് എന്ന് പറയുന്നതിനു വേണ്ടി സമസ്ത കേരള ജമിയത്തുലമയുടെ മുഷാവറംഗങ്ങൾ ഏകകണ്ഠമായി തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനമെടുക്കാൻ സമയത്ത് മുഷാവറ യോഗത്തിലെ അധ്യക്ഷൻ എഴുന്നേറ്റതുകൊണ്ട് ആ മുഷാവറങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സമസ്ത കേരള ജമിയത്തുലമ കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് ഒരു കാര്യം പറയുമ്പോൾ അത് എത്രമേൽ വിശകലനം ചെയ്തുകൊണ്ടും സൂക്ഷ്മതയോടുകൂടിയാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെ കൂടിയ മുഴുവൻ പണ്ഡിതന്മാരും കൂടിയാലോചിച്ചുകൊണ്ട് അതിൽ പിഴച്ച തുരീഖത്താണ് എന്ന് തീരുമാനമാകാൻ പോകുന്നു. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മുടിനാരിടയിലുള്ള ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ ഏകകണ്ഠമായ അഭിപ്രായ രൂപീകരണം എത്തിയപ്പോ അതിൽ പിഴച്ച തുരീഖത്താണെന്ന് സമസ്തയുടെ മിനിറ്റ്സ് എഴുതാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോഴാണ് യോഗാധ്യക്ഷൻ എഴുന്നേറ്റതുകൊണ്ട് മുഷാവറങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം, സമസ്ത കേരള ജമിയത്തുലമ മുസ്ലിം സമുദായത്തിന് മുമ്പിൽ ഒരു വിഭാഗം പിഴച്ചവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തയിൽ വിശ്വാസമർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവർ പിഴച്ചവരാണെന്ന് വിശ്വസിക്കും. പിന്നെ അവർക്കതിൽ തർക്കമുണ്ടാകില്ല. അല്ല, അതിനെ പിൻപറ്റാവുന്നതാണ് എന്ന് സമസ്ത കേരള ജമിയത്തുലമ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമസ്തയിൽ വിശ്വാസമർപ്പിക്കുന്ന ആളുകളെല്ലാം ആ ത്വരീഖത്തിനെ സ്വാഭാവികമായും പിൻപറ്റും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്കെല്ലാം ബോധ്യമാണത് പിഴച്ചതാണെന്ന്. പക്ഷേ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ഈ ത്വരീഖത്ത് പിഴച്ചതാണെന്ന് നമ്മൾ ഇന്ന് മുഷാവറ യോഗം തീരുമാനിച്ചതിന്റെ പേരിൽ നമ്മിൽപ്പെട്ട ആരെങ്കിലും ഇക്കാര്യത്തിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് 3 തവണ യോഗാധ്യക്ഷൻ മുഷാവറങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചതിന് ശേഷം അവിടെ കൂടിയ മുഴുവൻ മുഷാവറങ്ങളും നമ്മൾ ദീർഘനേരം ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഇത് പിഴച്ചതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ളതാണ്. ഇക്കാര്യത്തിൽ നമുക്കിടയിൽ ഇനി തർക്കമില്ല, ഇനി സംശയമില്ല എന്ന് വീണ്ടും ഏകകണ്ഠമായി ഒരു മുഷാവറ യോഗത്തിൽ തീരുമാനമെടുത്തതിന് ശേഷമാണ് സമസ്ത കേരള ജമിയത്തുലമ ഒരു കാര്യം പിഴച്ചതാണ് എന്ന് ഈ സമുദായത്തോട് പറഞ്ഞിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുലമ ഈ 90 വർഷക്കാല ചരിത്രത്തിനിടയിൽ കേരളീയ മുസ്ലിം സമുദായത്തിനിടയിൽ എന്ത് വിവാദം ഉടലെടുത്താലും, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് എന്ത് വിവാദം ഉടലെടുത്താലും ആ കാര്യത്തിലെല്ലാം ഖണ്ഡിതമായ തീരുമാനം പറയാൻ സമസ്ത കേരള ജമിയത്തുലമ ആർജവം കാണിച്ചിട്ടുണ്ട്. സമസ്ത ഒരു കാര്യം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ, അത് ശരിയാണെന്ന് പിൽക്കാലത്ത് തിരുത്തി കൊടുക്കാൻ മറ്റാർക്കും തന്റെ ഇടമുണ്ടായിട്ടില്ല. കാരണം സമസ്ത കേരള ജമിയത്തുലമ പ്രാമാണികമായിട്ടാണ് ഈ സമുദായത്തോട് സംസാരിച്ചത്. അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ എല്ലാ കാലത്തും അതിന്റെ അന്തസ്സോടുകൂടിയുള്ള തീരുമാനമെടുക്കാൻ മുന്നോട്ട് വന്നതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുലമ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായും പലർക്കും രുചിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ആർജവത്തോടുകൂടി ആ നയനിലപാടുകളെ വിശദീകരിക്കാനും സമർത്ഥിക്കാനും ഈ സമൂഹത്തിന് മുമ്പിൽ നന്നായി പറഞ്ഞുകൊടുത്ത് പ്രതിഫലിപ്പിക്കാനും ആവശ്യമായ ഉത്തരവാദിത്വം അതിന്റെ പ്രവർത്തകരായ അതിന്റെ പോഷക സംഘടനകളെല്ലാം സ്വാഭാവികമായി നിർവഹിക്കപ്പെടുന്നത്. ഇങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആർജവത്തോടുകൂടിയുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് മാത്രമാണ് ഇന്നും സമസ്ത കേരള ജമിയത്തുലമയിൽ വിശ്വാസമർപ്പിക്കുന്ന ജനലക്ഷങ്ങൾ ഈ സമുദായത്തിന്റെ ആഹ്വാനങ്ങളും താക്കീതുകളും കാതോർത്തുകൊണ്ട് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അല്ല, സമസ്ത ഒരു അഴകുടമ്പ നിലപാടെടുക്കുന്ന സംഘടനയാണെങ്കിലോ ഓരോ വിഷയങ്ങൾക്കനുസരിച്ചുകൊണ്ട്, അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട്, അന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിഷയം ഉന്നയിക്കുന്ന ആളുകളുടെ സൗകര്യങ്ങളും സാമ്പത്തിക സ്വാധീനവും ഒക്കെ അനുസരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ തീരുമാനമെടുക്കുന്ന ഒരു സംഘടനയാണ് സമസ്തമെങ്കിൽ ഈ സമസ്തക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇങ്ങനെ മതസംഘടനയ്ക്ക് എന്ത് ആവശ്യമാണ് സമൂഹത്തിനുള്ളത്? അതുകൊണ്ടാണ് ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നത്. നമുക്കറിയാം, കേരളത്തിൽ മറ്റു പല മതസംഘടനകളുണ്ട്. ഒരു കാലത്ത് ശിർക്കാണെന്ന് പറഞ്ഞ
കാര്യം ഇപ്പൊ തൗഹീദിന്റെ പട്ടിയിലേക്ക് മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് കൊടിയ പാപമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ പിൽക്കാലത്ത് അനുവദനീയമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരെ മതസംഘടന എന്ന് വിളിക്കാൻ പറ്റുമോ? ഇവർ മതം പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയുമോ? നമുക്കറിയാം, ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. പഴയ കാലത്തൊന്നും മന്ത്രി ചൂതാൻ പാടില്ലായിരുന്നു, ശിർക്കാണ് എന്നായിരുന്നു നമ്മുടെ സമൂഹത്തിനിടയിൽ ഒരു വിഭാഗം വിശദീകരിച്ചിരുന്നത്. എന്നാണ് ഈ മന്ത്രം തുടങ്ങിയത്? എന്നാണ് ഈ മന്ത്രി ചൂതാൻ തുടങ്ങിയത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഉള്ള മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാചാരക്രമമാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ എന്റെ കയ്യിലേക്ക് മന്ത്രിച്ചുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ശരീരത്തിൽ തടവിക്കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ പാരമ്പര്യമുണ്ട് ഈ മന്ത്രത്തിന്. പക്ഷേ 1920-കൾക്ക് ശേഷം ഇവിടെ പുതിയ പ്രസ്ഥാനങ്ങൾ വന്നപ്പോ അവർ പറയാൻ തുടങ്ങി, ഈ മന്ത്രം അതൊക്കെ ദുർമന്ത്രവാദമാണ്, അതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, അങ്ങനെ ദുർമന്ത്രവാദമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഈ സമുദായത്തിനിടയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ഇന്നത്തെ കാലം പോലെ ഇന്നത്തെ മെഡിക്കൽ സയൻസ് വളർന്നിട്ടില്ല, ഇതേപോലെയുള്ള ചികിത്സാ രീതികൾ വളർച്ച പ്രാപിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവന് രോഗമുണ്ടായാലും അവർക്കിടയിൽ എന്തെങ്കിലും മാനസികമായ അസ്വസ്ഥതയുണ്ടായാലും എന്തെങ്കിലും പ്രയാസമുണ്ടായാലും ഉടനെ അടുത്ത് കാണുന്ന തങ്ങന്മാരുടെ അടുത്തേക്ക്, ഉസ്താദുമാരുടെ അടുത്തേക്ക്, സൈദന്മാരുടെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് ഈ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് രോഗമുണ്ട്, അസുഖമുണ്ടെന്ന് പറഞ്ഞാൽ അവർ അതിനുവേണ്ട കാര്യങ്ങൾ ചൊല്ലിക്കൊണ്ട് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ആ മന്ത്രത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി അവർ തിരിച്ചുവന്ന് രോഗശമനം നേടിയിരുന്ന ഒരു നിത്യ കാഴ്ച ഈ സമൂഹത്തിലുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് പിൽക്കാലത്ത് ഇവിടെ മുസ്ലിം സമുദായത്തിനിടയിൽ മെഡിക്കൽ സയൻസ് വ്യാപിച്ചപ്പെടും. ഇവിടെ ചികിത്സാ രീതികളൊക്കെ വലിയ വിപുലമായ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കപ്പെടുമൊക്കെ ഇപ്പോഴും ആ രീതികൾ തുടരുന്ന ഒരു പാരമ്പര്യം മുസ്ലിം സമുദായത്തിനിടയിലുണ്ട്. പക്ഷേ ഇത് മാത്രം അവലംബിക്കപ്പെട്ടിരുന്ന ഒരു കാലത്താണ് മുസ്ലിം സമുദായത്തിനിടയിൽ ഈ മന്ത്രം ശിർക്കാണ്, ഇത് അന്ധവിശ്വാസമാണ്, ഇത് അനാചാരമാണ് എന്ന് പറഞ്ഞ് അതിന് പിന്തിരിപ്പിച്ചുകൊണ്ട് അതിനാശയക്കുഴപ്പം, അത് മോശപ്പെട്ട കാര്യമാണെന്ന് പോലുമല്ല പറയുന്നത്. മന്ത്രി ചൂതണ്ട, അതൊരു മോശപ്പെട്ട കാര്യമാണ് അങ്ങനെയല്ല പറയുന്നത്, അത് ശിർക്കാണ്, ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. എന്നാൽ അക്കാലത്ത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആളുകൾ പിൽക്കാലത്ത് 4ഉം 5ഉം ഗ്രൂപ്പുകളായി തിരിഞ്ഞപ്പോ ഇപ്പൊ ഒരു ഗ്രൂപ്പുകാരൻ പറയാൻ മന്ത്രം ശിർക്കൊന്നുമല്ല, അത് തൗഹീദിന്റെ പട്ടിയിലേക്ക് മാറ്റിയെഴുതാൻ പറ്റും, അത് ശിർക്കല്ല, മന്ത്രിക്കാവുന്നതാണ്, അത് തൗഹീദിന്റെ ഭാഗം തന്നെയാണ് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഈ വിഭാഗം ഇപ്പോൾ മന്ത്രിച്ചു താൻ തുടങ്ങിയപ്പോ നമ്മൾ ഉസ്താദുമാരും തങ്ങന്മാരൊന്നും മന്ത്രിച്ചു എന്ന പോലെ ഊതിയാലും പോരവർക്ക്. ഇവിടെ മന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ശർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രിച്ചൂതുന്ന കാറ്റ് മന്ത്രിക്കപ്പെടുന്ന ആളുടെ ശരീരത്തിലേക്ക് മുഴുവനായിട്ട് എത്രതാണ്. ഫാനിന്റെ ചോട്ടിലേക്കൊന്നും മന്ത്രിച്ചൂതാൻ പറ്റില്ല, കാറ്റിലാണ് ഇപ്പോൾ ഇതെല്ലാം ഉള്ളത് എന്നാണ് ഇവരുടെ ധാരണ. അങ്ങനെ ഒരു കാലത്ത് മന്ത്രം ശിർക്കാണെന്ന് പറഞ്ഞ് ഇവിടെ കാടടച്ചുകൊണ്ട് പ്രചാരണം നടത്തിയിരുന്ന ഒരു വിഭാഗം, അവർക്കിടയിൽ ഭിന്നിപ്പും അവർക്കിടയിൽ ആശയക്കുഴപ്പവും 4ഉം 5ഉം ഗ്രൂപ്പുകളായി തിരിഞ്ഞപ്പോ ഒരു കൂട്ടർ പറയാണ് മന്ത്രി ചൂതാം, മന്ത്രി ചൂതിയാൽ മാത്രം പോരാ, ഈ മന്ത്രി ചൂതുന്ന കാറ്റ് മന്ത്രിക്കപ്പെടുന്ന ആളുടെ ശരീരത്തിലേക്ക് മുഴുവനായിട്ട് എത്തണമെന്ന്. ഇപ്പോൾ മന്ത്രി ചൂതാം എന്ന് പറയുന്ന മുജാഹിദ് മൗലവിമാർ മന്ത്രി ചൂതിക്കൊണ്ടിരിക്കുന്നത് PVC പൈപ്പിലൂടെയാണ്. എന്താ വെച്ചാൽ കാറ്റ് കൃത്യമായിട്ട് അപ്പുറത്തെത്തും. ഞാനത് നിങ്ങൾ തിരിക്കാൻ വേണ്ടി പറയല്ല, ഈ പാണ്ടിക്കാടിനടുത്ത് ചമ്പർശ്ശേരിയിൽ ഹിസ്ബുർ റഹ്മാൻ എന്ന പേരുള്ള ISMന്റെ യുവ നേതാവ് സ്വന്തം വീട്ടിനകത്ത് ഈ ചികിത്സ നടത്തുന്നുണ്ട്. സമസ്ത എന്താ പറഞ്ഞത്? ഇതൊക്കെ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്, അത് ചെയ്യാവുന്നതാണ്, അത് അവലംബിക്കാവുന്നതാണ്, അത് മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നൂറ്റാണ്ടുകളായി നടന്നു വരുന്നതാണ്. എന്നാൽ ഇത് ഒരിക്കൽ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ പിൽക്കാലത്ത് അതിനനുകൂലമായി സംസാരിച്ചു തുടങ്ങുന്നത് മാത്രമല്ല, ഇപ്പോ സ്വന്തം വീടുകളിലും സ്ഥാപനങ്ങളിലും ജിന്നിനെ അടിച്ചിറക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങൾ പോലും നടത്തുന്നിടത്തേക്ക് കാര്യങ്ങൾ. ഞാൻ പറയാനുള്ള കാരണം എന്താണ്? മുസ്ലിം സമുദായത്തിനിടയിൽ ദീനുമായി ബന്ധപ്പെട്ട് തൗഹീദും ശിർക്കും പോലും ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് മുസ്ലിം സമുദായം നൂറ്റാണ്ടുകളായി ചെയ്തു പോകുന്ന ഒരുപാട് നന്മകളെയും സുഹൃതങ്ങളെയും
ചൂണ്ടിക്കാണിച്ച് അതിനിടയിൽ ശിർക്കാരോപണം നടത്തിയിട്ട് ഈ സമുദായത്തിനുള്ളിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും വേണ്ടി വന്നിട്ടുള്ള ആളുകൾക്കിടയിൽ ഇന്ന് വലിയ അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കി 4ഉം 5ഉം ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞ് അവരെല്ലാം ഇന്ന് പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഷ്പക്ഷമായി ഏത് സാധാരണ ബുദ്ധി കൊണ്ടും ചിന്തിച്ചാൽ അറിയാം, ഇത്തരത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് വിശ്വാസപരമായും കർമ്മപരമായും ഈ ഉമ്മത്ത് മുന്നോട്ട് പോകേണ്ട വഴി ഇന്നതാണ് എന്ന് നിർണയിച്ചു കൊടുക്കാൻ ധാർമ്മികമായി എന്ത് അവകാശമാണുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഇങ്ങനെ ഏത് മതസംഘടനകളെ പരിശോധിച്ച് നോക്കിയാലും അവരെല്ലാം ഒരു കാലത്ത് ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും വൈരുദ്ധ്യവുമായിട്ടുള്ള ആശയങ്ങളാണ് ഈ സമൂഹത്തിന് മുമ്പിൽ പറയാറുള്ളത്. ഈ രീതിയിലൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പുതിയ ചില വാദഗതികളുമായി സമസ്ത കേരള ജംഇയ്യത്തുലമക്കെതിരെ, ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ ചില ആളുകൾ കുപ്രചാരണത്തിന് ഇറങ്ങാറുണ്ട്. അതെന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴാണ് ഈ സ്കൂളും അറബി കോളേജും ഈ യത്തീംഖാനയൊക്കെ തുടങ്ങിയത്? അവരാണ് ഈ സമുദായത്തെ വിദ്യാഭ്യാസപരമായി പുറകോട്ട് വലിച്ചതിൽ ഒന്നാം പ്രതി. ഈ സമുദായത്തിന്റെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ ഈ സമുദായത്തെ പുറകോട്ട് നയിച്ചതിന്റെ ഒന്നാമത്തെ കുറ്റക്കാർ അത് സമസ്തക്കാരാണ്, സുന്നി പണ്ഡിതന്മാരാണ്. ഇവിടെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണമാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമയോളം വലിയ പങ്കാളിത്തം വഹിച്ച് വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണത്തെ ഫലപ്രദമായി വിജയിപ്പിച്ചെടുത്തതിന് സമസ്തയോളം അവകാശപ്പെടാൻ മറ്റു സംഘടനകൾക്ക് സാധിക്കില്ല. അത് മതസംഘടനക്കും കഴിയില്ല, രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കില്ല, ഇവിടെ ഏത് വിദ്യാഭ്യാസ ഏജൻസികൾക്കും സാധിക്കില്ല. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ മുന്നോട്ട് വെച്ചിട്ടുള്ള വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാട്, ആ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതവിദ്യാഭ്യാസത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഭൗതിക വിദ്യാഭ്യാസത്തെയാണ് സമസ്ത പ്രോത്സാഹിപ്പിച്ചത്. മതവിദ്യാഭ്യാസത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നരകത്തിലെ ഭാഷ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഈ സമുദായത്തെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ പിന്തിരിപ്പിച്ചവരാണ് എന്നൊക്കെയുള്ള ചില ചരിത്രത്തിന്റെ സാഹചര്യത്തിന് അതൊക്കെ അടർത്തി മാറ്റിക്കൊണ്ട് ഈ സമുദായത്തിനിടയിൽ ഈ രീതിയിലുള്ള കുപ്രചാരണം നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ട്. ഈ പ്രചാരണം നടത്തിയ ആളുകൾക്ക് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഇവിടെ സർക്കാർ മേഖലയിൽ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങുന്ന കാലത്ത്, സർക്കാർ മേഖലയിൽ സ്കൂളുകൾ സ്ഥാപിച്ചു തുടങ്ങുന്ന കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്ന മഹാനായ മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഇന്നും നിങ്ങൾക്ക് കോട്ടക്കര വാളക്കുളം പുതുപ്പറമ്പിൽ പോയി നോക്കിയാൽ അവിടെ തലയുയർത്തി നിൽക്കുന്ന വലിയൊരു ഹയർ സെക്കൻഡറി സ്കൂൾ കാണാം. സമസ്തക്കാരും സമസ്തയുടെ മുസ്ലിയാക്കന്മാരും ഈ സമുദായത്തെ വിദ്യാഭ്യാസ രംഗത്ത് പിറകോട്ട് വലിക്കാൻ ശ്രമിച്ചവരാണെങ്കിൽ ഇതിന്റെ സ്മാരകമാണ് ഇന്നും നമ്മുടെ ജില്ലയിലെ പുതുപ്പറമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ. ആ പുതുപ്പറമ്പിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയകാല ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപകനായ ആ മഹാപണ്ഡിതൻ തന്റെ സ്വന്തം ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു ഭൂമിയിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ആ സ്ഥലത്ത് വലിയൊരു സ്കൂൾ കെട്ടിടം പണിതു. സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ഒരു സ്കൂൾ കെട്ടിടം പണിത് ആ സ്കൂൾ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായതിനു ശേഷം അന്നത്തെ സർക്കാരിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു. ഈ നാട്ടുകാർക്ക്, ഇവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് എന്നല്ല പറഞ്ഞത്, എന്റെ കുടുംബക്കാർക്ക് എന്നല്ല പറഞ്ഞത്, ഈ മഹലിലെ മുസ്ലിം കുട്ടികൾക്ക് എന്നല്ല പറഞ്ഞത്, എന്റെ നാട്ടുകാർക്ക്, അത് ഹിന്ദുക്കളുണ്ടായാലും ക്രിസ്ത്യാനികളുണ്ടായാലും മുസ്ലിം ഉണ്ടായാലും മതമില്ലാത്തവരാണെങ്കിലും ഈ നാട്ടുകാർക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകാൻ ഈ സ്കൂളും ഈ കെട്ടിടവും ഈ ഭൂമിയും ഞാനിതാ ഇവിടുത്തെ സർക്കാരിന് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് വേണ്ടി സ്വന്തം ഭൂമിയിൽ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് സർക്കാരിന് ദാനം നൽകിക്കൊണ്ട് ആദ്യമായി സ്കൂൾ സംവിധാനം ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി തുടക്കം കുറിച്ചയാളാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപകൻ അബ്ദുൽ ബാരി മുസ്ലിയാർ. ഈ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ സമസ്ത കേരള ജംഇയ്യത്തുലമ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മുസ്ലിം സമുദായത്തെ പുറകോട്ട് വലിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടല്ലേ?
ഇത് പറയുന്ന അതേ ആളുകൾ തന്നെ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് എന്നും പുറകോട്ട് വലിച്ചത് സമസ്തക്കാരാണ്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്, വനിതാ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തിയത് സമസ്തക്കാരാണ്, സുന്നി പണ്ഡിതന്മാരാണ്. അവരും തിരിച്ചറിയേണ്ട വസ്തുത, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം വനിതാ വുമൻസ് കോളേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഗേൾസ് സ്കൂളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സർക്കാരേതര സംവിധാനങ്ങൾക്കിടയിൽ പെൺകുട്ടികൾക്ക് മാത്രമായി അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന്റെയും പതിറ്റാണ്ടിന് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ സമുന്നതനായ നേതാവ് പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അദ്ദേഹം മദ്രസത്തുൽ ബനാത്ത് സ്ഥാപിച്ചുകൊണ്ട് അക്കാലത്തെ പെൺകുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു മദ്രസ എന്ന് പറഞ്ഞാൽ, അന്ന് മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ദീനീ പഠനം നടത്തുന്ന സ്ഥാപനം മാത്രമല്ല, അക്കാലത്തെ പെൺകുട്ടികൾക്ക് ആവശ്യമായ മുഴുവൻ വിദ്യാഭ്യാസവും. മദ്രസത്തുൽ ബനാത്ത് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മദ്രസ സ്ഥാപിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് പലരും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ഇന്ന് പ്രവർത്തിക്കുന്ന MM ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ആ MM ഹൈസ്കൂളിന്റെ MM-ന്റെ ഫുൾ ഫോം മദ്രസത്തുൽ മുഹമ്മദിയ എന്നാണ്. മദ്രസത്തുൽ മുഹമ്മദിയ കോഴിക്കോട് MM ഹൈസ്കൂളിന്റെ ഫുൾ ഫോം മദ്രസത്തുൽ മുഹമ്മദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ MM ഹൈസ്കൂൾ തുടങ്ങിയതും അതിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും വെറും മദ്രസ ക്ലാസ് നടത്താനല്ല, അതത് കാലത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മതഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി മദ്രസത്തുൽ ബനാത്ത് പെൺകുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യമായി ഒരു സർക്കാരേതര സംവിധാനത്തിലൂടെ തുടക്കം കുറിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ തുടക്കം കുറിച്ചുള്ള വിദ്യാഭ്യാസപരമായ വിപ്ലവം അവസാനം എവിടെയെത്തി? കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ ഫൈലി ബിരുദധാരികളായ ആളുകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ ഭിന്നമായി ഇന്നവർക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ചെന്നുകൊണ്ട് ഉപരിപഠനം നടത്താനുള്ള തത്തുല്യ യോഗ്യതയായി പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ ഫൈലി ബിരുദം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നിടത്ത് സമസ്ത നേരിട്ട് നടത്തുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ, സംവിധാനത്തെ ഇവിടുത്തെ അക്കാദമിക സമൂഹം അംഗീകരിച്ചു. ചമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഹുദവി ബിരുദധാരികൾക്ക് ഇന്ത്യയിലെ 7 സർവകലാശാലകളിൽ ഉപരിപഠനം നടത്താനുള്ള തത്തുല്യ വിദ്യാഭ്യാസ യോഗ്യതയായി ദാർഹുദയുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ ഇന്ത്യയിലെ അക്കാദമിക സമൂഹം അംഗീകരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമി കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാഫി സംവിധാനത്തിലൂടെ പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധങ്ങളായ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്താനുള്ള തത്തുല്യ യോഗ്യതയായി ഈ സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതിയെ ഇന്ത്യയിലെയും ലോകത്തെയും വിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക സമൂഹം അംഗീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ കാരണം? വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റത്തിന്റെ വലിയ അടയാളമാണ് ഈ ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങൾ. അതെവിടെയെത്തി അവസാനം? ലോകത്ത് പോലും വലിയ തിരുത്തൽ ശക്തിയായി ആ കടന്നുവരുന്ന പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് ഉയർന്നു വരാൻ സാധിക്കും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിരിക്കും, പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും. ലോകത്ത് ഇന്നും ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കിടയിലാണെങ്കിലും വിദ്യാർത്ഥികൾക്കിടയിലാണെങ്കിലും ഭാഷാ വിശാരദന്മാർക്കിടയിലെ ആധികാരിക നിഘണ്ടുവാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ആർക്കും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒക്കെ അവരുടെ മുമ്പിൽ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട അവരുടെ ആധികാരിക നിഘണ്ടുവാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറി അധികരിച്ചുകൊണ്ട് ചെമ്മാട് ദാർഹുദയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ഹുദവി ബിരുദം നേടിയിട്ടുള്ള അബ്ദുന്നൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആ പുസ്തക രചനക്കിടയിൽ ഇദ്ദേഹം പലതവണ ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയെ അവലംബിച്ചുകൊണ്ടാണ് പുസ്തകരചന നടത്തിയത്. ഈ ഡിക്ഷണറി പലതവണ പരിശോധിച്ചപ്പോ ഈ അബ്ദുന്നൂർ ഹുദവി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ 7 തെറ്റുകൾ കണ്ടുപിടിച്ചു. എവിടെയാണ് 7 തെറ്റ് കണ്ടുപിടിക്കുന്നത്? ലോകത്തെ ഇംഗ്ലീഷ് ഭാഷയിലെ ആധികാരിക നിഘണ്ടുവായി കരുതപ്പെടുന്ന ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഈ ചെറുപ്പക്കാരൻ ഉടനെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ എഡിറ്റോറിയൽ ബോർഡിന് കത്തെഴുതി.
ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ എഡിറ്റോറിയൽ ബോർഡിൽ കത്തെഴുതി, ഇതാ ഞാൻ ഈ രീതിയിൽ 7 പിശകുകൾ ഇതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇത് തിരുത്തണം. കാരണം ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇംഗ്ലീഷ് വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ അവലംബിക്കുന്ന ആധികാരികമായ നിഘണ്ടുവാണ്, ഇതിൽ തിരുത്തൽ വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ കത്തെഴുതി. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ എഡിറ്റോറിയൽ ബോർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരും ഉണ്ടാവില്ല. അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലൊക്കെയുള്ള വൻകിട രാഷ്ട്രങ്ങളിലുള്ള വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിലെ വലിയ അക്കാഡമീഷ്യന്മാർ മാത്രം ഒരുമിച്ച് കൂടുന്ന വലിയ സംവിധാനം രൂപപ്പെടുത്തുന്നതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. അപ്പൊ കത്ത് വന്നത് ഇന്ത്യയിൽ നിന്നാണ്, അതും കേരളത്തിൽ നിന്നാണ്. പേര് നോക്കുമ്പോൾ അതൊരു മുസ്ലിമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരുടെ അഭിമാനബോധം ഒരിക്കലും ആ കത്ത് സ്വീകരിക്കാൻ പോലും അവർ കഴിയില്ല. പക്ഷെ എഡിറ്റോറിയൽ ബോർഡ് കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോ ഈ ചെറുപ്പക്കാരൻ ചൂണ്ടിക്കാണിച്ചത് വളരെ ഗൌരവതരമായ കാര്യമാണ്. ആ തെറ്റ് എഡിറ്റോറിയൽ ബോർഡ് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഈ ചെറുപ്പക്കാരന് അഭിനന്ദിച്ചുകൊണ്ട് കത്തെഴുതി. എന്നിട്ട് ആ കത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഞങ്ങൾ അടുത്ത് പ്രസിദ്ധീകരിക്കുന്ന അടുത്ത എഡിഷനിൽ ഞങ്ങൾ തെറ്റ് തിരുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചു കൊള്ളാം എന്ന് ആ എഡിറ്റോറിയൽ ബോർഡ് ഈ അബ്ദുന്നൂർ ഹുദവി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മറുപടി അയച്ചു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അബ്ദുന്നൂർ എന്ന് പറയുന്ന ഹുദവി ബിരുദധാരിയായിട്ടുള്ള ഈ ചെറുപ്പക്കാരന് ലോകത്തെ ഇംഗ്ലീഷ് ഭാഷാ നിഘണ്ടു തിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രതിഭാശാലികളെ വളർത്തിയെടുക്കാൻ സമസ്ത കേരള ജമിയത്ത് നമുക്ക് സാധിച്ചു. വേറെ ഒരു അബ്ദുന്നൂർ നമ്മൾ കേട്ടിട്ടുണ്ട്, അയാൾ വേറെ മേഖലയിലാണ് സംഭാവന അർപ്പിച്ചത്. അതൊക്കെ ഓരോരുത്തരുടെയും ഉസ്താദുമാരുടെയും ശിഷ്യന്മാരുടെയും രീതി അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ, അവിടെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ, അവിടുത്തെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം സമുദായത്തിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടുള്ള വലിയ മുന്നേറ്റമാണ് സമസ്ത കേരള ജമിയത്ത് നിർവഹിച്ചത്. ആ വിദ്യാഭ്യാസ രംഗത്തൊക്കെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും ഉമ്മമാരും ഗൌരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെയെല്ലാം സമസ്ത കേരള ജമിയത്തിന് മാനദണ്ഡമായി പറഞ്ഞത്, ഏത് ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലേക്ക് നിങ്ങളുടെ മക്കൾ കടന്നുപോയാലും അവിടെയെല്ലാം മതവിദ്യാഭ്യാസത്തിനും മതബോധത്തിനും പ്രാധാന്യം കൊടുക്കണം. മതവിദ്യാഭ്യാസം മാറ്റിവെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതികൾ ഇവിടെ പലപ്പോഴും അവതരിപ്പിക്കപ്പെടാനും അത് പരീക്ഷിക്കപ്പെടാനും ശ്രമിച്ചപ്പോഴാണ് അതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം സമസ്ത കേരള ജമിയത്തിൽ സ്വീകരിച്ചത്. ആ സമീപനത്തിന്റെ രഹസ്യം അത് വിദ്യാഭ്യാസ വിരോധമല്ല, ഭൗതിക വിദ്യാഭ്യാസത്തോടുള്ള വിരോധം കൊണ്ടല്ല, അടിസ്ഥാനപരമായി മതവിദ്യാഭ്യാസത്തോടൊപ്പമുള്ള ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഈ സമുദായത്തിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുലമ വിദ്യാഭ്യാസ അങ്ങനെ ആ രീതിക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. നമ്മളിന്ന് ആലോചിക്കണം, 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ അക്കാലമത്രയും നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ അവലംബിച്ചുകൊണ്ട് നടത്തിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മദ്രസാ സംവിധാനങ്ങൾ, ഓത്തുപള്ളികൾ, രാജ്യം ഒരു ജനാധിപത്യ മതേതര സംവിധാനത്തിലേക്ക് മാറിയപ്പോ ആ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ഇനി കൂടുതൽ ആ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രാജ്യത്ത് അങ്ങനെ വ്യവസ്ഥിതി വന്നപ്പോ ആ പ്രതിസന്ധിയെ ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ മദ്രസാ പ്രസ്ഥാനത്തിന് തുറക്കം കുറിക്കാൻ സമസ്ത തീരുമാനമെടുക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, അന്നത്തെ നമ്മുടെ നാട്ടിലെ ചുറ്റുപാട്. അന്ന് ഈ ഗൾഫ് പണത്തിന്റെ ഈ സുഖസൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടില്ല. മലബാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ നാട് കടത്തപ്പെട്ട്, ജയിലടക്കപ്പെട്ട്, തുറുങ്കിലടക്കപ്പെട്ട്, മരണപ്പെട്ട് അങ്ങനെ പട്ടിണി പാവങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലബാർ പ്രദേശം. അവിടെയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും മഹാനായ മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള അക്കാലത്തെ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അവർ നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും താണ്ടി നടന്ന് അവിടെയെല്ലാം പോയി ഗ്രാമീണരുടെ മടിശീലയിലെ നാണയത്തുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് മദ്രസാ പ്രസ്ഥാനത്തെ വളർത്തിയാനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ഇന്നിപ്പോ രാജ്യത്ത് സാമ്പത്തികമായ വലിയ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളൂ. ഇവിടൊക്കെ വലിയ കലാപകലുഷിതമായ അന്തരീക്ഷത്തിന്റെ കെടുതിയിൽ നിന്ന് നമ്മളൊന്നും മോചനം നേടിയിട്ടില്ല. അതുകൊണ്ട് മതവിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഒരു 5-6 വർഷം കാത്തിരിക്കേണ്ടി വരും എന്നല്ല അക്കാലത്തെ പണ്ഡിതന്മാർ തീരുമാനമെടുത്തത്. ആ പ്രതിസന്ധി വന്നപ്പോഴേക്ക്
ഇവിടെ സമാന്തരമായി മദ്രസാ സംവിധാനത്തെ കെട്ടിപ്പൊക്കുവാനും അതിന് ലോകോത്തരമുള്ള ഒരു മാതൃകാ സംവിധാനമായിട്ട് ഒരു വലിയ മഹാപ്രസ്ഥാനമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് സാധിച്ചു. ഇന്ന് 9600 ചില്ലുവാനം മദ്രസകൾ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പോത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു പല വിങ്ങുകൾക്കിടയിൽ, മറ്റു പല ബോർഡുകൾക്കിടയിൽ മറ്റു പല മദ്രസകൾ പോത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ദീൻ പഠിക്കാൻ ആവശ്യമായ ഇങ്ങനൊരു പ്രാഥമികമായ സംരംഭത്തിന് തുടക്കം കുറിക്കാനും അത് വളരെ വ്യവസ്ഥാപിതമായി നടത്താനും വിജയെടുക്കാനും സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് സാധിച്ചു. സമസ്ത കേരള ജമിയത്തുലമ ഈ മദ്രസാ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയുമ്പോൾ ചില ആളുകൾ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ മദ്രസയുടെ ഇങ്ങനെ 9600 മദ്രസയുടെ കണക്കും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമല്ലോ, നിങ്ങൾക്കെന്താ ഈ മദ്രസ നിർമ്മാണത്തിൽ ഇത്ര റോളുള്ളത്? ഇത് നാട്ടുകാർ പണം പിരിച്ചിട്ടുണ്ടാക്കിയ മദ്രസയല്ലേ, അതിലെന്താ സമസ്ത കാര്യം? ഈ മദ്രസയിലെ കുട്ടികൾക്ക് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ആരാണ്? ഞങ്ങൾ നാട്ടിൽ ഒരു സംഖ്യ പിരിച്ചിട്ടല്ലേ, അതിലെന്താ സമസ്തക്ക് കാര്യം? നിങ്ങളൊരു പരീക്ഷ നടത്തും, ആ പരീക്ഷയ്ക്ക് ഞങ്ങൾ ഫീസ് തരുന്നുണ്ടല്ലോ. നിങ്ങളുടെ പുസ്തകം വിതരണം ചെയ്ത് ആ പുസ്തകത്തിന് ഞങ്ങൾ കാശ് തരുന്നുണ്ടല്ലോ. അപ്പൊ ഈ മദ്രസകളൊക്കെ സമസ്ത കേരള ജമിയത്തുലമയുടേതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നാട്ടുകാർ പണം പിരിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ മദ്രസയുടെ പേരിൽ ഇതിന്റെ എണ്ണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മേലിലടിക്കുന്നത്, ഇതിലെന്താണ് സമസ്തക്ക് കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. പുതിയ കണ്ടുപിടുത്തക്കാരാണ്. പുതിയ കണ്ടുപിടുത്തക്കാർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണ ഫലങ്ങളാണ്. കാരണം ഇതിലൊന്നും സമസ്തക്ക് റോളില്ലല്ലോ. ഈ നാട്ടുകാർ പണം പിരിച്ചുണ്ടാക്കുന്ന മദ്രസ, നാട്ടുകാർ ഒരു സംഖ്യ പിരിച്ചുകൊണ്ട് അവിടെ ശമ്പളം കൊടുക്കുന്നു, അവിടെ പരീക്ഷ നടത്താനും പുസ്തകം കൊടുക്കാനും ഒക്കെ ഞങ്ങൾ കാശ് അങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ എന്താണ് ഇത് സമസ്തക്ക് കാര്യം? ന്യായമായ ചോദ്യമാണ്. പക്ഷെ തിരിച്ചൊരൊറ്റ ചോദ്യമുള്ളൂ. ഇവിടെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മാത്രമല്ല മദ്രസ നടത്തുന്നത്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മാത്രമല്ല ഇവിടെ മദ്രസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക മതസംഘടനകൾക്ക് കീഴിലും മദ്രസാ ബോർഡുകളുണ്ട്, അവർക്ക് മദ്രസാ പാഠപുസ്തകമുണ്ട്, അവർക്ക് മദ്രസാ സംവിധാനമുണ്ട്. പക്ഷേ എന്താണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളിലെ ഒരുപക്ഷെ 95% എന്ന് തന്നെ കൃത്യമായും പറയാൻ സാധിക്കും. എവിടെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി മദ്രസ ഉണ്ടാക്കിയാലും നമുക്ക് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരം വേണമെന്ന് ആ നാട്ടുകാർ കൂടി തീരുമാനിക്കാൻ കാരണം എന്താണ്? അത് നാട്ടുകാർ കൂടി തീരുമാനിക്കുന്നതാണല്ലോ. ആരും സമസ്തയിൽ നിന്ന് ആരും ഇങ്ങോട്ട് ബന്ധപ്പെടുന്നില്ല. നമ്മൾ അവിടെ രജിസ്ട്രേഷൻ അവിടെ ആക്കണേ പറയാറില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാൻ ഒരു കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഡേറ്റിന് കല്യാണം നിശ്ചയിച്ചു എന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. ആ നിശ്ചയിക്കപ്പെട്ട ആ കൂട്ടത്തിൽപ്പെട്ട 10-25 ആളറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ 2-3 മണിക്കൂറാവണ്ട, അപ്പോഴേക്ക് കാണാം നമ്മുടെ തൊട്ടടുത്ത നഗരത്തിലെ പ്രധാനപ്പെട്ട ജ്വല്ലറിയിൽ നിന്ന് ഒരു പ്രതിനിധി വീട്ടിലേക്ക് വരും. ആ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടല്ലേ, നിങ്ങളിപ്പോ കുറച്ച് കാശ് അടച്ചാൽ മതി, ബാക്കി നമുക്ക് അതിനനുസരിച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ആനുകൂല്യമൊക്കെ പറഞ്ഞു വരും. നിങ്ങൾ കണ്ടിട്ട് ഒരു ഉദാഹരണം ഇങ്ങനെ ചൂണ്ടിക്കാൻ കഴിയും. എവിടെയെങ്കിലും ഒരു മദ്രസക്ക് തറക്കല്ലിട്ടാൽ ഇവിടെ ഈ മദ്രസയുടെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസം കൊണ്ടൊന്ന് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണട്ടോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മുഫ്തിമാർ വരാറുണ്ടോ? ഏതെങ്കിലും എസ്കേസുമാർ വരാറുണ്ടോ? ഏതെങ്കിലും സമസ്തയുടെ പ്രവർത്തകന്മാർ വരാറുണ്ടോ? ആരും വന്നിട്ടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും പ്രചോദനം കൊടുത്തിട്ടൊന്നല്ല. പക്ഷെ ജനങ്ങളുടെ ഒരു ബോധമുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള ആ ദീനിയായ തർബിയത്തിലൂടെയാണ് ഈ സമുദായത്തിൽ മതബോധം വളരുകയുള്ളൂ എന്ന സ്വാഭാവികമായി ഈ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതാരും പറഞ്ഞുണ്ടാക്കിയതല്ല, ഈ സമുദായത്തിന്റെ സ്വയം തിരിച്ചറിവാണ്. ഇത് സമസ്ത കേരള ജമിയത്തുലമ അതിന് കീഴിലുള്ള ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ദർസുകളും അറബി കോളേജുകളും യതീംഖാനകളും ഒക്കെ അത് സമസ്ത കേരള ജമിയത്തുലമയുടെ അംഗീകാരത്തോടുകൂടി അവിടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്ക് വിധേയമായിട്ടാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടത്, നമ്മുടെ മഹല്ല് മുന്നോട്ട് പോകേണ്ടത്, നമ്മുടെ മദ്രസ മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു സ്വയം തീരുമാനത്തിലെത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ബോധം കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ വളർത്തിയെടുക്കാൻ കാരണം അതിന് മാത്രം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനിടയിൽ വിശ്വാസ്യത നേടിയെടുക്കാൻ ഈ മഹിതമായ പ്രസ്ഥാനത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. ആ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചു. ഈ മൂല്യന്മാരെ കൂടെ കൂടിയാൽ നമ്മൾ അബദ്ധം പറ്റുകയില്ല എന്ന ഒരു സ്വാഭാവികമായ ഒരു തിരിച്ചറിവ് ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായി. അതാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായതല്ല, അത് അവരുടെ സ്വന്തം ജീവിതത്തിലൂടെ അവരുണ്ടാക്കി കൊടുത്തതാണ്.
സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാരഥന്മാരുടെ പണ്ഡിതന്മാരുടെ പ്രത്യേകതയാണത്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ വരെ നിങ്ങൾക്ക് പരിശോധിക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുമെന്ന് അവരുടെ ജീവിതം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട്, എവരി ബിൽഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയും. അടുക്കുന്തോറും അവജ്ഞ വർദ്ധിക്കും എന്നാണ് ഈ പഴമൊഴിയിൽ പറയാറുള്ളത്. എന്നാൽ അതിന് വിരുദ്ധമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നേതാക്കന്മാർ. നമ്മൾ വേദിയിലൊക്കെ വരുമ്പോ വലിയ കോളിലും പത്രാസിലും പ്രസംഗത്തിലും വലിയ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ മനുഷ്യന്റെ കൂടെ ഒരുപക്ഷെ 2-3 മണിക്കൂർ യാത്ര ചെയ്താലോ ഒരു ദിവസം താമസിച്ചാൽ അറിയാം ഇതിന്റെ തനിനിറം. എന്നാൽ അങ്ങനെ ഒരു ആക്ഷേപം സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പണ്ഡിതന്മാരെ കുറിച്ച് കേൾക്കാറില്ല. അവരുടെ അകവും പുറവും ഒന്നാണ്, അവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദീനീ വിജ്ഞാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവർ സ്വയം ജീവിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മഹാരഥന്മാരുടെ പ്രത്യേകത. ആ അർത്ഥത്തിലുള്ള ആളുകളാണ് ഇന്നും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഉഖർവിയായ ചിന്തകളോട് ജീവിക്കുന്ന ആളുകളാണ്. ഞാനിന്ന് മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകം വായിച്ചു. നമ്മളൊരിക്കലും അപ്രതീക്ഷിതമായിട്ട് തോന്നാവുന്ന രീതിയിൽ ഉസ്താദുമാരെ പോലുള്ള അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും മരണം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാം കൃത്യമായി അറിഞ്ഞുകൊണ്ട് എനിക്കിനി ഒരിക്കലും ഏത് സമയത്തും ഞാൻ മരിക്കാൻ സന്നദ്ധനാണെന്ന ബോധത്തോടുകൂടി അങ്ങനെ ഉഖർവിയായ ചിന്തകളോട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം. ചെറുശ്ശേരി ഉസ്താദ് മരണത്തിന്റെയും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായപ്പോ ചെന്നൈയിലേക്ക് ഓപ്പറേഷൻ വിധേയനാൻ വേണ്ടി യാത്ര ചെയ്യുകയാണ്. ഓപ്പറേഷന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ കൂടെ പരിചരിക്കാനുണ്ടായിരുന്ന മകളുടെ ഭർത്താവിനോട് ഉസ്താദ് പറയാൻ, ഏതായാലും നമ്മളിപ്പോ ഒരു ഓപ്പറേഷന് വേണ്ടി പോവാണ്. ആ ഓപ്പറേഷന് വേണ്ടി പോകുമ്പോൾ മകളുടെ ഭർത്താവിനോട് പറയുന്നു, ഒരുപാട് വസിയത്തുകൾ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നു. അതിന് പുറമെ അവസാനമായി പറഞ്ഞു, ഞാനിനി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരില്ലെന്നറിയില്ലല്ലോ, അഥവാ മരണപ്പെട്ടാൽ എന്റെ ഖബറ് ദാൽഹുദയിൽ എന്റെ സഹപ്രവർത്തകനായിരുന്ന ബാപ്പുട്ടി ഹാജിയുടെ ഖബറിനടുത്താവണം. ഒരു വസിയത്താണ്. അതെന്നാണ്? ഏകദേശം 1 വർഷം മുമ്പാണ്, മരണത്തിന്റെയും മാസങ്ങൾക്ക് മുമ്പാണ്. അവരതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായി. ഓപ്പറേഷൻ കഴിഞ്ഞു വന്നു. ഓപ്പറേഷനൊക്കെ സക്സസ് ആയി, കുഴപ്പമൊന്നുമില്ല, ഞാൻ പരിപാടിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത കാലത്ത് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല തീരുമാനിച്ചത്. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് വീട്ടിന്റെ അകത്ത് വന്നിട്ട് ഉസ്താദിന്റെ അലമാര തുറന്ന് വർഷങ്ങളായി ഉസ്താദ് ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന കമീസ് ഒരു പെട്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് ആ കമീസ് ഒരു കവറിൽ പൊതിഞ്ഞു വെച്ച് ആ കവറിന്റെ പുറത്ത് മയ്യത്തിനെ പുതപ്പിക്കാനുള്ളത് എന്ന് ഉസ്താദ് തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിട്ട് അവിടെ വെക്കുന്നു. ഒരുങ്ങാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി, ഓരോ കാര്യങ്ങളും ഒരുക്കങ്ങൾ തുടങ്ങും. നമ്മൾ ആലോചിക്കണം, ജീവിക്കാനുള്ള തത്രപ്പാടുകളെ കുറിച്ചല്ല, ഭാവിയെക്കുറിച്ചുള്ള ആലോചനകളെക്കുറിച്ചല്ല, അതിനേക്കാളപ്പുറം മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ട് സ്ഥിരമായി ജീവിക്കുന്ന ഉഖ്റവിയായ പണ്ഡിതന്മാരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. ആ ഉസ്താദ് തന്നെ അസുഖമൊക്കെ മാറി ദാർഹുദയിൽ വന്നു, ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ദാർഹുദയുടെ ഒരു മെയിൻ ബ്ലോക്കിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു, പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിർമ്മാണം കാണാൻ വേണ്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉസ്താദിനെ അവിടുത്തെ മറ്റു സഹാധ്യാപകരും ഭാരവാഹികളും ഒക്കെ ക്ഷണിച്ച് ഉസ്താദ് ആ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ കണ്ട് മനസ്സ് നിറയെ സന്തോഷിച്ചുകൊണ്ട് ബിൽഡിംഗൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോ ആ ബിൽഡിംഗിലേക്ക് അവസാനമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, കൂടൊരുങ്ങുമ്പോഴേക്ക് കിളി പാറിപ്പോയേക്കാം എന്നും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഉസ്താദ് നടന്നു തിരിച്ചുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആർക്കാണ് ഇങ്ങനെയെല്ലാം മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോയൊരു മനുഷ്യൻ? അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഓരോ പണ്ഡിതന്മാരുടെ രീതി പരിശോധിച്ച് നോക്കിയാൽ അവസാനം രോഗിയായി രോഗശയ്യയിലായി കോഴിക്കോട് ആശുപത്രിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശരീരം മുഴുവൻ തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ,
മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളോ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള ആ തലത്തിലുള്ള ആളുകൾ മാത്രം വരുമ്പോ അവർ വന്നിട്ട് ഉസ്താദിനോട് സലാം പറയുമ്പോൾ മാത്രം കണ്ണു തുറന്നുകൊണ്ട് ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ടിരുന്ന ബാക്കിയെല്ലാം അശക്തമായി തളർന്നു കിടന്നിരുന്ന ഒരു മനുഷ്യൻ. ആ തളർന്നു കിടക്കുന്നതിനിടയിലാണ് മാസങ്ങളായി വർഷങ്ങളായി കൂടെ പരിചരിച്ചുകൊണ്ടിരുന്ന തന്റെ മകളുടെ ഭർത്താവിന് തോന്നി ശരീരമാസകലം ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണെങ്കിലും ഉസ്താദിന് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണല്ലോ ഇങ്ങനെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ ശരീരമാസകലം തകർന്നു കിടക്കുന്ന തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഉസ്താദിന്റെ കയ്യിൽ ഒരു പക്ഷേ ഒരു തസ്ബീഹ് മാല കൊടുത്താൽ ആ തസ്ബീഹ് മാല പിടിക്കാനെങ്കിലുമുള്ള ശക്തി ഉണ്ടാകുമോ എന്ന് വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തസ്ബീഹ് മാല കയ്യിൽ കൊടുത്തു. ശരീരമാസകലം തളർന്നു കിടക്കുന്ന സംസാരശേഷിയില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെട്ട ഇങ്ങനെ തങ്ങന്മാരോ ഉസ്താദുമാർ ആരെങ്കിലും വന്നാൽ സലാം പറയുമ്പോൾ മാത്രം കണ്ണു തുറന്നുകൊണ്ട് സലാം അടക്കുന്ന ആ അർത്ഥത്തിൽ നിശ്ചലമായി കിടക്കുന്ന ആളുടെ കൈവശം വെന്റിലേറ്റർ വരെ മണിക്കൂറുകളോളം അങ്ങനെ കിടക്കേണ്ടി വന്നിരുന്ന ആ മനുഷ്യന്റെ കയ്യിലേക്ക് തസ്ബീഹ് മാല കൊടുത്തപ്പോ അദ്ദേഹം തസ്ബീഹ് മാലകരെ മറിച്ചുകൊണ്ടിരിക്കുന്നു. മരണത്തിന്റെ അവസാന ശ്വാസം വരെ ആ കൈകളിൽ തസ്ബീഹ് മാല ഉണ്ടായിരുന്നുവെന്ന് ഉസ്താദിനെ പരിചരിച്ചിരുന്ന ആളുകൾ പറയുന്നു. ഞാൻ പറയുന്ന കാര്യം ഇവരൊക്കെ ആ അർത്ഥത്തിൽ തന്നെ ജീവിക്കുകയും ആ ജീവിതകാലത്ത് അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന ആദർശങ്ങളും സന്ദേശങ്ങളും പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും സത്യസന്ധമായിരുന്നുവെന്ന് അവരുടെ ജീവിതം മാത്രമല്ല അവരുടെ മരണം കൂടി തെളിയിച്ചുകൊണ്ടാണ് ഈ ലോകത്തോടുകൂടെ പറഞ്ഞത്. മരണം കൂടി തെളിയിച്ചുകൊണ്ടാണ്. ഇത് സമസ്ത കേരള ജമിയത്തുലമയുടെ ഖാദിമീങ്ങളായ നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സംഗതിയാണ്. നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സംഗതിയാണ്. അവരുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും പ്രാഗൽഭ്യവും തത്വയും മാത്രമല്ല, അവരുടെ മരണം പോലും അവരുടെ ജീവിതകാലത്ത് അവർ ഉയർത്തിപ്പിടിച്ച ദീനിയായ മുഴുവൻ കാര്യങ്ങളും സത്യസന്ധവും അല്ലാഹുവിന്റെ പ്രീതിക്കനുസൃതമായിരുന്നു എന്ന് ഈ ലോകത്തിന് മുമ്പിൽ തെളിയിക്കപ്പെടുന്ന രീതിയിലാണ് അവരുടെ മരണം പോലും ഈ സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഇതേപോലെ തന്നെയാണ് ഇന്ന് സമസ്ത കേരള ജമിയത്തുലമക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ അജയ്യനായ അധ്യക്ഷൻ മഹാനായ കോയക്കുട്ടി ഉസ്താദ് പോലെയുള്ള പണ്ഡിതന്മാർ ഓരോരുത്തരും അവരെല്ലാം ദീനിന്റെ വിജ്ഞാനങ്ങളുമായി എപ്പോഴും ഇടപഴകി ദിക്റുകളും തസ്ബീഹുകളും ആ ഒരു അർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അതേപോലെയുള്ള ഒരുപാട് മഹാരഥന്മാരായ നേതാക്കന്മാർ. നമ്മൾ ആലോചിക്കണം, അങ്ങനെ ഇതിന് സമാനമായ ഒരു നേതൃത്വം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വേറെ എവിടെ കാണാൻ സാധിക്കും? അതുകൊണ്ട് അവർ ജീവിതകാലത്ത് സ്വീകരിച്ച നയനിലപാടുകൾ അത് സത്യസന്ധമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നയനിലപാടുകളെ തിരിച്ചറിയാനും ആദ്യം കയ്പാണെങ്കിലും പിന്നെ മധുരിക്കും എന്നൊക്കെ പറയുന്ന പോലെ അവർ പറയുമ്പോൾ ആദ്യം അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായിരുന്നെങ്കിലും പിന്നെ അതെല്ലാം കേരളീയ മുസ്ലിം സമുദായം സമ്മതിച്ചതാണ് ചരിത്ര വസ്തുതകൾ. അതുകൊണ്ട് ആ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ജീവിക്കാൻ സന്നദ്ധമാവുക എന്നുള്ളതാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിലുള്ള ഇന്ന് പ്രധാനപ്പെട്ട ദൗത്യം. അല്ല അവരത്ര ചുരുക്ക് പോരാ, അവരുടെ വർത്താനൊന്നും ശുദ്ധമായ മലയാളമല്ല, അവർക്കൊന്നും ലോകം തിരിയാത്തവരാണ്, അവർക്കൊന്നും രാജ്യത്ത് പുതിയ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയില്ല, അവരൊന്നും ന്യൂ ജനറേഷനെ തിരിച്ചറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവർക്കൊന്നും ഇന്നത്തെ പുതിയ തലമുറക്ക് നേതൃത്വം നൽകാൻ കഴിയാത്തവരാണ് എന്ന ആ അഹംഭാവത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോകുന്നവർക്ക് പോകാം. പക്ഷേ സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം. ഈ നേതൃത്വത്തിന്റെ കീഴിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട് സഗൗരവം എനിക്ക് ഉണർത്താനുള്ളൊരു കാര്യം, ഈ പ്രസ്ഥാനം ഈ അർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്റെ സമുദായം എന്ന് ചിന്തിക്കാനും എന്റെ വിശുദ്ധമായ ദീൻ സംരക്ഷിക്കുന്നതിൽ എനിക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന സ്വയം ബോധത്തോടുകൂടിയുള്ള ഒരു തലമുറയെ ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചതുകൊണ്ടാണ്. അത് മദ്രസയിലൂടെ, ദർസുകളിലൂടെ, പള്ളി ദർസുകളിലൂടെ, അറബിക് കോളേജുകളിലൂടെ സമസ്ത കേരള ജമിയത്തുലമ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദീനീ വിദ്യാഭ്യാസ സംരംഭങ്ങളിലൂടെയും അതിന്റെ മഹല്ലുകളും മദ്രസകളും അതിന്റെ ദീനീ വിദ്യാഭ്യാസ മേഖലകളെയൊക്കെ അതിനെ ഉൾക്കൊള്ളാനും അതിനെ അംഗീകരിക്കാനും അതിന്റെ കീഴിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായൊരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ സാധിച്ചതുകൊണ്ടാണ്. അത് വളർത്തിയെടുക്കാൻ സാധിച്ചത് അടിസ്ഥാനപരമായി ദീനീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ ഇക്കാലം അത്രയും ഇവിടെ നിലനിന്നതുകൊണ്ടുകൂടിയാണ്.
സമസ്തകാല ജമിയത്തുലമ അടിസ്ഥാനപരമായി ദീനീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും ആ ദീനീ വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ ഒട്ടേറെ സംരംഭങ്ങൾ ഏത് അഭിരുചിയുള്ളവരാണെങ്കിലും അവരേത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോവുകയാണെങ്കിലും അവരെല്ലാം ദീനീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന വളരെ കൃത്യമായ കണിശമായ ഒരു നിലപാട് ഇക്കാലം അത്രയും സമസ്തകാല ജമിയത്തുലമ ഉലമാക്കൾ സ്വീകരിക്കാനും ആ നിലപാടിനനുസൃതമായിട്ട് നമ്മുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകാനും അവരെ മതബോധത്തോടുകൂടി വളർത്തിയെടുക്കാനും ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഇത്രയും കാലം നിലനിന്നുകൊണ്ടാണ് അന്തസ്സോടുകൂടി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മതപരമായ താല്പര്യത്തോടുകൂടി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. പക്ഷേ ഇന്നത്തെ ചിത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ചിത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ രക്ഷിതാക്കൾക്കിടയിലും നമ്മുടെ സഹോദരിമാർക്കിടയിലും ഉമ്മമാർക്കിടയിൽ പോലും ഇന്ന് ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, ആസ്വാദനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, പുതിയ പുതിയ തൊഴിലുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, പുതിയ സാമ്പത്തികമായ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന അത്തരം തൊഴിലുകളെക്കുറിച്ചും അത്തരം കോഴ്സുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തലത്തിലേക്ക് പോയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ മക്കളുടെ വിദ്യാഭ്യാസത്തിലൂടെ കേവലം സാമ്പത്തികമായ ലാഭം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രക്ഷിതാക്കൾക്കിടയിൽ പോലും അങ്ങനെയുള്ള ഒരു മനോഭാവം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എത്ര മതബോധമുള്ളവരായതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് മതപരമായ തർബിയത്ത് കൂടി ലഭ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം നൽകിയിട്ടില്ലെങ്കിൽ ഈ മക്കൾ നാളെ നമ്മൾ തിരിഞ്ഞുകുത്തുമെന്ന് മാത്രമല്ല, ഈ മക്കൾ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഒരു തലമുറയാണ്, ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ട്. ഒരൊറ്റ സംഭവം മാത്രം നിങ്ങളുമായി പങ്കുവച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖമായ ഒരു മലയാള പത്രത്തിൽ ഒരു പ്രമുഖനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹം അത്ര മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയോ മതബോധത്തോടുകൂടി ജീവിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞ ഒരു കോളമിസ്റ്റ് അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ ട്രെയിൻ യാത്രയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു മതപണ്ഡിതനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ട്രെയിനിൽ കയറി എന്റെ കമ്പാർട്ട്മെന്റിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൊപ്പി ധരിച്ച മധ്യവയസ്കനായിട്ടുള്ള താടി വെച്ചിട്ടുള്ള ഒരു മതപണ്ഡിതനെന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വാചാലമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും. നന്നായിട്ട് ചിരിച്ചുകൊണ്ട് വളരെ വാചാലമായിട്ട് സംസാരിക്കുന്ന, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, ലോകവിവരമുള്ള ഒരാളാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അദ്ദേഹം വാചാലമായിട്ട് അടുത്തുള്ള സഹയാത്രികരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംസാരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സംസാരം നിർത്തിയിട്ട് വേണം എനിക്കൊന്ന് പരിചയപ്പെടാൻ എന്ന് മനസ്സിലാക്കി ഞാൻ ആ ഊഴവും കാത്തിരുന്നു. അദ്ദേഹത്തിന് തൊട്ടടുത്ത യാത്രക്കാരൊക്കെ ഇറങ്ങിപ്പോയപ്പോ ഞാൻ നല്ല അടുത്തേക്ക് ഞാൻ അടുത്തിരുന്നു, അദ്ദേഹവുമായി പരിചയപ്പെട്ട് സംസാരിച്ചു. അപ്പൊ സംഘടനയിൽ പല കാര്യങ്ങളും പറഞ്ഞു. അവസാനം ഇങ്ങനെ സംസാരിച്ച് യാത്രക്കാരാണല്ലോ, മണിക്കൂറുകളോളം സംസാരിക്കുമ്പോൾ പിന്നെ അവസാനം വ്യക്തിപരമായിട്ടൊക്കെ പരിചയപ്പെടും. നാടും വീടും കുടുംബവും മക്കളും കുട്ടികളൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മദ്രസാധ്യാപകനാണ്, വർഷങ്ങളായി മദ്രസാധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഇപ്പോഴും ഞാൻ മദ്രസാധ്യാപകനാണ്. എനിക്ക് 2 മക്കളാണുള്ളത്, ഒരാണും ഒരു പെണ്ണും. അവരെ ഞാൻ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി. അവർ 2 പേരും ഇന്ന് കോഴിക്കോട് പ്രമുഖമായ 2 ആശുപത്രികളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പേരും MBBS നേടി മക്കൾ. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടറാണ്, ഒരാൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും ഡോക്ടറാണ്. അവരെ ഞാൻ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഡോക്ടറാക്കി ജോലിയൊക്കെ കിട്ടി. അവസാനം അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുകൊണ്ടുള്ള ഒരു കല്യാണം നടക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അതനുസരിച്ചുള്ള ചില വിവാഹാലോചനകൾ നടത്തി. 2 ഡോക്ടർമാരെ തന്നെ കിട്ടി. മകൾക്ക് ഒരു ഡോക്ടറായ ഭർത്താവിനെ കിട്ടി, മകന് ഡോക്ടറായ ഒരു ഭാര്യയും കിട്ടി. അവരുടെ ആ ഒരു നിലവാരമനുസരിച്ച് തന്നെ ആ കല്യാണവും ഭംഗിയായിട്ട് നടത്തി. അവർക്ക് സന്തോഷപൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും മദ്രസാധ്യാപകനാന്ന് കൂട്ടത്തിൽ പറയുന്നു. അങ്ങനെ യാത്ര തിരിഞ്ഞു. അദ്ദേഹം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അവിടുത്തെ ഒരു ഉൾഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മദ്രസാധ്യാപകനാണ്. അങ്ങനെ വീടും നാടൊക്കെ പരിചയപ്പെട്ട് അവർ യാത്ര പറഞ്ഞിറങ്ങി. പക്ഷെ ഈ എഴുത്തുകാരൻ പറയാതെ എനിക്ക് ഇയാളെ വിശ്വാസമായില്ല.
ഒന്ന്, ഇദ്ദേഹത്തിന്റെ മക്കൾ ഇദ്ദേഹം പഠിപ്പിച്ചു വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ചു, ഭാര്യ മക്കളും ഡോക്ടർ, മരുമക്കളും ഡോക്ടർ. ഇയാളിപ്പോൾ ഈ 3500 ജോലി ചെയ്യുന്ന മദ്രസാധ്യാപകൻ, ഇത് രണ്ടും കൂടി ഒത്തുവരുന്നില്ല. ഒന്നുകിൽ ഇദ്ദേഹം ഇപ്പോ മദ്രസയെ പഠിപ്പിക്കുന്നുണ്ടാവില്ല, എന്നോട് വെറുതെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം മദ്രസാധ്യാപകനാണ്, മക്കളെ കുറിച്ച് പറഞ്ഞൊക്കെ കളവായിരിക്കും. ഈ കാലത്ത് ആർക്കും കളവ് പറയുന്ന ഒരു കാലം എന്ന രീതിയിൽ അദ്ദേഹം അതിനാ അർത്ഥത്തിൽ കണ്ടു. പക്ഷേ ഇദ്ദേഹത്തിന് തോന്നി ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഇയാൾ പറഞ്ഞ എത്രത്തോളം ശരിയാണ്? ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതൊരു അത്ഭുതമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, ഈ അത്ഭുതമാണ്. കാരണം ഒരു മദ്രസാധ്യാപനത്തിലൂടെ കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് തന്റെ മക്കളെ കഷ്ടപ്പെടുത്തി പഠിപ്പിച്ചു വളർത്തി വലുതാക്കി അങ്ങനെ ആ ഒരു നിലവാരത്തിലേക്കൊക്കെ എത്തിക്കാൻ ഒരു മദ്രസാധ്യാപനം സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. നാട്ടിലെ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ നാട്ടിൽ നിന്ന് അവർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞ കാര്യമൊക്കെ മുഴുവൻ പറഞ്ഞു കൊടുത്തപ്പോ ആ നാട്ടുകാരൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ കാര്യം മുഴുവൻ സത്യമാണ്, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. മക്കൾ ഡോക്ടറാണ്, മരുമക്കളും ഡോക്ടറാണ്, അദ്ദേഹം മദ്രസാധ്യാപകനാണ്, ഇപ്പോഴും മദ്രസാധ്യാപകനാണ്. പക്ഷേ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം മക്കളെക്കുറിച്ചൊക്കെ അഭിമാനപൂർവ്വം പറഞ്ഞെങ്കിലും വളരെ വിദഗ്ധമായി ഒരു കാര്യം അദ്ദേഹം മറച്ചുവെച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. വളരെ വിദഗ്ധമായി മറച്ചുവെച്ചു. മക്കളെക്കുറിച്ച് അഭിമാനപൂർവ്വം അങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്, വളരെ വാചാരമായിട്ട് സംസാരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ എന്തൊക്കെയോ മറച്ചുവെച്ചാണ് ഇയാൾ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ സംസാര വൈഭവത്തിനിടയിൽ തിരിച്ചറിയാൻ കഴിയും. നാട്ടുകാരൻ പറഞ്ഞു, ഒരു കാര്യം വളരെ വിദഗ്ധമായി അദ്ദേഹം മറച്ചുവെച്ചിട്ടുണ്ട്. എന്താണ്? ഇദ്ദേഹത്തിന്റെ മദ്രസാധ്യാപനത്തിനിടയിൽ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു മക്കൾ രണ്ടുപേരെയും ഡോക്ടർമാരാക്കണം. അതിനുവേണ്ടി നന്നായി കഷ്ടപ്പെട്ട് പലയിടത്തും കാശ് കടം വാങ്ങിയിട്ടും മറ്റൊക്കെ ആയിട്ട് സാമ്പത്തികമായിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളെ പഠിപ്പിച്ചു വളർത്തി. അവരെ ഇങ്ങനെ പഠിപ്പിച്ച് അവരുടെ MBBS പഠനമൊക്കെ ആകും ഒരുപാട് സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവപ്പെടുക. അങ്ങനെ മക്കളുടെ പഠനം വഴിമുട്ടുമെന്ന ഘട്ടം വന്നപ്പോഴും ഇദ്ദേഹം വലിയ സാഹസപ്പെട്ടുകൊണ്ട് മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടു. ഭാര്യയ്ക്ക് മാരകമായ രോഗം, ഭാര്യയെ ചികിത്സിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഈ പാപത്തിനാണെങ്കിലോ ഈ മദ്രസാധ്യാപനത്തിലൂടെ കിട്ടുന്ന തുച്ഛമായ ശമ്പളം. പക്ഷെ ഇദ്ദേഹം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ വിപുലമായ സൗഹൃദ വലയത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് പല ആളുകളുടെ സഹായമൊക്കെ സ്വീകരിച്ചിട്ട് ഭാര്യ വിഭാഗത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കും, മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹം മദ്രസാധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഭാര്യ മരണപ്പെട്ടു. ഈ രോഗം വന്നു, മാരകമായ രോഗം പിടിപെട്ടു. ഒരുപാട് പണം അതിനുവേണ്ടി ചെലവഴിച്ചു. ഭാര്യ മരണപ്പെട്ടു. ഭാര്യ മരണപ്പെട്ടപ്പോ പിന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുടുംബക്കാരൊക്കെ പറഞ്ഞു, നിങ്ങളിപ്പോ അത്ര പ്രായമുള്ള ആളൊന്നുമല്ലല്ലോ, എന്തായാലും ഒരു വിവാഹം കഴിക്കണം. ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി, രണ്ടാമത് വിവാഹം കഴിക്കാൻ വേണ്ടി വളരെയധികം നിർബന്ധിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എന്റെ ആവശ്യം വിവാഹം കഴിക്കലല്ല, ഈ മക്കളെ കാര്യം എവിടെ നിർത്തണം, അവര് ഒരു നല്ല സ്റ്റാറ്റസിലെത്തുക എന്റെ ഒരു ആഗ്രഹമാണ്. ഇദ്ദേഹം വിവാഹം കഴിച്ചില്ല. രണ്ടാമത് വിവാഹത്തെക്കുറിച്ചുള്ള ബന്ധുക്കളുടെയും അദ്ദേഹത്തിന്റെ സഹസുഹൃത്തുക്കളുടെയും ഒക്കെ നിർബന്ധത്തെ അദ്ദേഹം തിരസ്കരിച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചു. MBBS പഠനമായപ്പോൾ ഒരുപാട് സാമ്പത്തികമായ ബാധ്യതകൾ വന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, മക്കളിപ്പോ ഏതായാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റലിലാണ്, അവരവിടെ താമസിക്കും. ഞാൻ മദ്രസയിൽ ജോലി ചെയ്യുന്ന ആളാണ്, എനിക്കേതെങ്കിലും പള്ളിയിലോ മദ്രസന്റെ മൂലയിലേക്ക് കടന്നുറങ്ങിയാൽ മതി. പക്ഷെ മക്കളുടെ പഠനം വഴിമുട്ടാൻ പാടില്ല, വീടാണ് വിൽക്കാൻ തീരുമാനിച്ചു. ഇദ്ദേഹം തന്റെ വീട്, ആ കൊച്ചുകൂര അദ്ദേഹം വിൽപ്പന നടത്തി. അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് മക്കളെ പഠിപ്പിച്ച് അവരുടെ പഠനം പൂർത്തീകരിച്ച്, ആ പഠനം പൂർത്തീകരിച്ചിട്ട് സ്വാഭാവികമായും അവരുടെ വിവാഹം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം മംഗളമായി നടത്തി, എല്ലാം ഭംഗിയായി നടത്തി. ഇദ്ദേഹം ആരോട് പരിചയപ്പെടുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും ആ നാട്ടുകാരൻ പറയുന്നു, അഭിമാനപൂർവ്വം തന്റെ രണ്ട് മക്കളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, വാചാരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം, അദ്ദേഹത്തിന്റെ അധ്വാന ഫലമായി മക്കളെല്ലാം പഠിച്ചു വളർന്ന് MBBS നേടി, അവർ വിവാഹം കഴിച്ചു, മരുമക്കളും ഡോക്ടർമാരായി വളരെ അന്തസ്സോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മക്കളെക്കുറിച്ച് മരുമക്കളെക്കുറിച്ച് ഇദ്ദേഹം എല്ലാവരോടും അഭിമാനത്തോടുകൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും.
ചോദിക്കും. പക്ഷേ ആ മക്കൾ വിവാഹം കഴിച്ച് അവർ കോഴിക്കോട് വിലപിടിപ്പുള്ള വലിയ ഫ്ളാറ്റുകളിൽ നിന്ന് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യമൊക്കെ ഏകദേശം ഇങ്ങനെ റൂട്ടിൽ കയറി എന്ന് മനസ്സിലായപ്പോ മകനും മകളും കൂടിയിട്ട് തീരുമാനിച്ചു, ഇനി വാപ്പ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അധികപ്പറ്റാണ്, ഇനി അയാളെ വഴിക്ക് പോകട്ടെ, നമ്മൾ തൽക്കാലം അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതില്ല എന്ന് മകനും മകളും അവരുടെ ഭാര്യയും അവരുടെ ഭർത്താവും കൂടിയിട്ട് തീരുമാനിച്ചു. അതിനുശേഷം ഈ സ്വന്തം പിതാവിന് കഷ്ടപ്പെട്ട് വളർത്തിയ ഈ പിതാവിന് അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരുവരിൽ പോലും തന്റെ ഇങ്ങനെ പോറ്റി വളർത്തിയ മക്കളെ കാണാൻ ആ ഫ്ളാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത ഫ്ളാറ്റുകൾ താമസിക്കുന്ന അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് ജീവിക്കുന്ന മറ്റു കുടുംബങ്ങൾക്കിടയിൽ തങ്ങൾക്ക് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആ പിതാവിന് ആ ഫ്ളാറ്റുകളിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ആ പിതാവുള്ളത്. പക്ഷെ ആ പിതാവ് ആ സങ്കടം ഇന്നുവരെ ആരോടും പങ്കുവെക്കാറില്ല. അദ്ദേഹം അഭിമാനത്തോടുകൂടി പറയും, എന്റെ മക്കളൊക്കെ ഡോക്ടർമാരാണ്, ആ മരുമക്കളും ഡോക്ടർമാരാണ്, അവരൊക്കെ നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞാനിപ്പോഴും മദ്രസാധ്യാപകനായിട്ട് ആ ജോലിയിൽ എനിക്ക് നൽകിയിട്ടുള്ള ആ ജോലിയിലിടയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വലിയ വരദാനമായി മക്കളെ പരിചയപ്പെടുത്തിയിട്ട് ഈ സ്വകാര്യ ദുഃഖത്തെ പൂർണ്ണമായി മൂടിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കാറുള്ളത്. അദ്ദേഹത്തിന് ഇന്ന് മദ്രസയിലെ സ്വന്തം സഹപ്രവർത്തകരായ മുഅല്ലിമീങ്ങളൊക്കെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് നാട്ടിൽ പോകാൻ നാടില്ല, ഒരു വീടില്ല, അദ്ദേഹത്തിന് കയറിക്കിടക്കാൻ ഒരു കൂരയില്ല. പക്ഷേ എല്ലാ മുഅല്ലിമീങ്ങളും ആ ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ടാഴ്ചയിൽ ഒരു ദിവസമോ നാട്ടിൽ പോകുമ്പോ ഇദ്ദേഹം ബാഗ് എടുത്തിട്ട് ഇറങ്ങും, ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ബസ്സിൽ കയറും. അദ്ദേഹം മുൻകാലത്ത് ജോലി ചെയ്തിരുന്ന ഏതെങ്കിലും മഹല്ലുകളിൽ പോയും അവിടുത്തെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പരിചയപ്പെട്ടിട്ട് ശനിയാഴ്ച രാവിലെ മദ്രസ സമയമാകുമ്പോഴേക്ക് അദ്ദേഹം നാട്ടിൽ പോയി വരുന്ന ഒരാളെ പോലെ ചിരിച്ചുകൊണ്ട് ബസ്സിൽ വന്നിറങ്ങും. പക്ഷേ ഇന്നുവരെ ആ വേദന അദ്ദേഹം ആരോടും പങ്കുവെക്കാറില്ല. പക്ഷേ അദ്ദേഹം ഒരു മതപണ്ഡിതനായിരുന്നിട്ട് പോലും മതബോധത്തിന്റെ പ്രാധാന്യം അറിഞ്ഞിട്ട് പോലും അതിനേക്കാൾ അപ്പുറം മക്കളെക്കുറിച്ച് ഇങ്ങനെ മതബോധത്തിനപ്പുറം സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ ആവശ്യമായ വിദ്യാഭ്യാസം പോലും നൽകാൻ മറന്നതിന്റെ തിക്തഫലമാണ് ആ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് അത്രയൊന്നും മതബോധമില്ലാത്ത എന്നാൽ ഇതിന്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തിയ ഈ എഴുത്തുകാരൻ അദ്ദേഹം കേരളത്തിലെ ഒരു ദിനപത്രത്തിൽ ലേഖനത്തിലൂടെ ഈ സമൂഹത്തിനോട് പങ്കുവെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഉമ്മമാർ, സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ എന്റെയും നിങ്ങളുടെയും മക്കൾ നമുക്ക് ഈ ഒരു അവസ്ഥ നമ്മോട് ചെയ്യാതിരിക്കാൻ ആവശ്യമായ എന്നെയും എന്റെ മാതാപിതാക്കളെയും എന്റെ കുടുംബങ്ങളെയും ഒക്കെ അവർ സംരക്ഷിക്കും. അവരെ ആ അർത്ഥത്തിൽ എന്നോട് ആദരവ് വെച്ചു പുലർത്താൻ ആവശ്യമായിട്ടുള്ള മതബോധം നമ്മുടെ മക്കൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള എന്ത് ദൗത്യമാണ് ഞാനും നിങ്ങളും നമ്മുടെ മക്കൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്, കരുതി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ടതാണ്. നമ്മൾ നല്ല വീടുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല സാമ്പത്തിക സുസ്ഥിരത കൈവരിച്ച ആളുകളാണ് നമ്മൾ, നല്ല അന്തസ്സോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, എല്ലാം നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എന്റെ ഉപ്പയാണ് കിടക്കുന്നത്, എന്റെ ഉമ്മയാണ് കിടക്കുന്നത്, അവരെ പരിചരിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്, അവരെ ചികിത്സിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്, അവരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്, എന്നെ കഷ്ടപ്പെടുത്തി വളർത്തിയ എന്റെ മാതാപിതാക്കളാണ് എന്ന ബോധത്തോടുകൂടി മാതാപിതാക്കളെ പരിചരിക്കേണ്ട സാമാന്യമായ മതപാഠങ്ങളെ നമ്മുടെ മക്കൾക്ക് നൽകാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നുകൂടി കരുതേണ്ട വളരെ ഗൗരവതരമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് മദ്രസ പ്രസ്ഥാനമാണെങ്കിലും അറബിക് കോളേജുകളാണെങ്കിലും മറ്റു വിദ്യാഭ്യാസ സംരംഭങ്ങളാണെങ്കിലും നമ്മുടെ കുട്ടികളെ മതബോധത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ആവശ്യമായ വിധം ഈ വിദ്യാഭ്യാസ സംരംഭങ്ങളെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കൂടി നമ്മുടെ ഉഖ്റവിയായ നന്മയ്ക്ക് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്താൻ സമസ്തയുടെ വിദ്യാഭ്യാസ സംരംഭങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കുക. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ മക്കൾ തന്നെ നമുക്കെതിരെ എതിരായ നിലപാട് സ്വീകരിക്കുന്നവരും നാളെ റബ്ബിന്റെ കോടതിയിൽ അവർ നമുക്കെതിരെ സാക്ഷി പറയുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്ന ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള പ്രതിസന്ധികളെയും കുടുംബപരമായ ശൈഥില്യങ്ങളെയും ഒക്കെ അതിജയിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സംസ്കരിച്ചെടുക്കാനും മതബോധമുണ്ടാക്കാനും മതവിജ്ഞാനമുണ്ടാക്കാനും ആ മതവിജ്ഞാനമനുസരിച്ചുകൊണ്ട് കുടുംബത്തിൽ അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ പശ്ചാത്തലം ഒരുക്കാനുമൊക്കെ നമുക്ക് സാധിക്കണം. ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോവുക എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഇവിടെ ഈ നാട്ടിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ രക്ഷിതാക്കളും ഇവിടുത്തെ ഉമ്മമാരും സഹോദരന്മാരും
സഹോദരിമാരും ഒക്കെ കരുതേണ്ടത് ഇവിടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അവരെയൊക്കെ നമ്മുടെ പള്ളികളുടെയും മദ്രസകളുടെയും നാട്ടിലെ ദീനീ സംരംഭങ്ങളുടെയും SKSF പോലെയുള്ള SOS പോലെയുള്ള ദീനീ സംഘടനകളുടെയും പ്രവർത്തകരാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാൻ നാട്ടിലെ ദീനീ പ്രബോധകനാണ്, ദീനീ പ്രവർത്തകനാണ് എന്ന ബോധത്തോടുകൂടി ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ഒരു പ്രേരണ അവർക്ക് ലഭ്യമാകും. അല്ല, ആ സംഘടനകളിലേക്കൊന്നും ഈ വെറുതെ പോകേണ്ടതില്ല, സംഘടനാ പ്രവർത്തനത്തിന്റെ ആവശ്യമില്ല, ആ രീതിയിലുള്ള പള്ളികളും മദ്രസകളുമായി ചുറ്റിപ്പറ്റി നടക്കേണ്ടതില്ല, അതൊക്കെ ഏതെങ്കിലും നിസ്കരിക്കാൻ പോകേണ്ടതോ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം നബിദിനാഘോഷം നടക്കുമ്പോൾ അവിടെ നിന്ന് പോയി പാളി നോക്കി പോരേണ്ട, അത് മാത്രമാണ് മതപരമായ സ്ഥാപനങ്ങളും സംഘടനകളുമായിട്ടുള്ള ബന്ധം എന്ന് തിരിച്ചറിയുന്ന രക്ഷിതാക്കൾ ഗൗരവപൂർവ്വം ചിന്തിക്കുക. നമ്മുടെ മക്കളെ മദ്രസ വിദ്യാഭ്യാസത്തിന് ശേഷം നിരന്തരമായ ദീനിയായ തെർബീയത്ത് നൽകാൻ നമുക്ക് അവസരങ്ങളില്ല. പക്ഷേ അതിന് പകരമായി നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്ന വിധം മദ്രസകളുമായി, പള്ളികളുമായി, SKSFന്റെ പ്രവർത്തനങ്ങളുമായി, SOSന്റെ പ്രവർത്തനങ്ങളുമായി, സമസ്തയുടെ പ്രവർത്തനങ്ങളുമായി, സമസ്തയുടെ ഖാദിമീങ്ങളായി ജീവിക്കാൻ അവർക്ക് അവസരം സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർക്ക് തന്നെ സ്വയം തോന്നും, ഞാൻ ഈ നാട്ടിലെ ഒരു ദീനീ പ്രവർത്തകനാണ്, ഒരു ദീനീ പ്രവർത്തകനായി അറിയപ്പെടുന്നയാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനനുസരിച്ച് ജീവിക്കേണ്ടവനാണ്, ഞാൻ പള്ളിയിൽ ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കേണ്ടവനാണ്, ഞാൻ നാട്ടിലെ നല്ല കാര്യങ്ങളിൽ പങ്കാളിത്തം വഹിക്കേണ്ടവനാണ്, മോശപ്പെട്ട കൂട്ടുകെട്ടിൽപ്പെടാൻ എനിക്ക് സാധിക്കില്ല എന്ന സ്വയം ബോധ്യത്തോടുകൂടി നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കണമെങ്കിൽ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നമുക്ക് നൽകാനും വേണ്ടി സാധിക്കണം. അപ്പോഴാണ് നാളെ പള്ളിയെ സംരക്ഷിക്കാൻ, ഈ മദ്രസയെ പരിപാലിക്കാൻ, നാട്ടിലെ ദീനീ സംരംഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ചെറുപ്പക്കാർക്കൊക്കെ നാളെ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല, ഇതെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്, എനിക്ക് ശേഷം എന്തോ ആവട്ടെ എന്ന തീരുമാനത്തിലാണ് നമ്മുടെ ഉമറാക്കളും നമ്മുടെ മുതിർന്ന ആളുകൾ മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ശേഷം, ഈ തലമുറയ്ക്ക് ശേഷം ഈ വിശുദ്ധമായ ഈ നന്മകളെ സംരക്ഷിക്കാനും അതിനെ ഉയർത്തിപ്പിടിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു തലമുറ തന്നെ ഇല്ലാത്ത അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ സംജാതമാകുന്ന ദുരവസ്ഥയെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ SKSFന്റെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ വിവിധമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന പ്രത്യേകിച്ച് സമസ്തയുടെ അഭിമന്യനായ നമ്മുടെ ബഹുമാനായ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഉസ്താദിന്റെ സ്വീകരണം സംഘടിപ്പിക്കപ്പെടുന്ന ഇവിടുത്തെ മണ്ഡലം സമസ്ത ജമിയത്തുലമയുടെ ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് ആ പരിപാടി ഈ നാട്ടിൽ തന്നെ വളരെ വിപുലമായ ഒരു ശാന്തഗംഭീരമായ സമ്മേളനമാക്കി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഇതിന് മുൻകൈയെടുത്ത മുഴുവൻ പ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സൽക്രമമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതനക്ക് ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.